وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الصدق الله مولانا العظيم സമാദരണീയരായ സാദാത്യങ്ങളെ, മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും പ്രചാരകരും പ്രവർത്തകരുമായ സുഹൃത്തുക്കൾ, യുവജന സഹോദരന്മാർ, മറ്റു ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശരിയായ വശം അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണെന്ന് കാലാകാലങ്ങളായി കേരളീയ സമൂഹത്തിന് പറഞ്ഞുകൊടുക്കുന്ന വലിയൊരു ഡ്യൂട്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും നാളിതുവരെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും തൃപ്തി കാംക്ഷിക്കുവാൻ വേണ്ടിയോ ആരുടെയെങ്കിലും സന്തോഷം പിടിച്ചുപറ്റാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും താൽപര്യത്തിന് വേണ്ടിയോ അല്ല ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഏതാണ് ശരിയായ ദീനിന്റെ ശരിയായ വശമെന്ന് സമുദായത്തിന് പറഞ്ഞ് പഠിപ്പിച്ച് തെര്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി രൂപീകൃതമായ ഈ സംഘടനക്കും ഇതിന്റെ എളിയ പ്രവർത്തകന്മാരായ നമുക്കുമൊക്കെ ബാധ്യതപ്പെട്ടവരാണ്. എത്രയോ കാലമായി സമസ്തയുടെ വേദികളിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കറ പുലരാത്ത യഥാർത്ഥമായ വഴി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ ദിവസങ്ങളോളം നമ്മൾ വിശദീകരിക്കേണ്ടി വരും, ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ വിശദീകരിച്ചാൽ മതിയാകും. ഏതായാലും തുടക്കത്തിൽ ഓതിവെച്ചതുപോലെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. അള്ളാഹുവേ, ശരിയായ യഥാർത്ഥമായ വഴിയിൽ ഞങ്ങളെ നീ നടത്തിത്തരണമേ. മോനെ, ഈ ലൈറ്റ് ഓഫ് ആകണ്ടേ? ഏതാണ് ശരിയായ വഴി? അത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പരിശുദ്ധ ഖുർആൻ എണ്ണി പരിചയപ്പെടുത്തി തന്ന ഈ ആളുകളുടെ വഴികളിൽ ഞങ്ങളെ നീ നടത്തിത്തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനു വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥന മാത്രമുണ്ടായാൽ ലക്ഷ്യപ്രാപ്തി സാധിക്കുകയില്ല, പ്രവർത്തനം കൂടെ ആവശ്യമാണ്. മുൻഗാമികളായ മഹാന്മാരും മഹത്തുക്കളും ഇഷ്ടപ്പെടാത്ത വഴിയിൽ ഒരാൾ പ്രവർത്തിക്കുകയും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ സലഫു സ്വാലിഹീങ്ങളായ ആളുകളുടെ വഴി ഒരാൾ പിൻപറ്റാതിരിക്കുകയും മാല, മൗലിദ്, നേർച്ച, ഉറുക്ക്, ഏലസ്, പിഞ്ഞാണമെഴുത്ത്, ആണ്ട് തുടങ്ങിയ പാരമ്പര്യമായി നടന്നുവരുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ എതിർക്കുകയും ആ എതിർക്കുന്ന വഴിയെ സഹായിക്കുകയും ശേഷം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ യഥാർത്ഥമായ ലക്ഷ്യപ്രാപ്തി അവന് സാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ചുരുക്കത്തിൽ മുസ്തഖീമായ വഴിയിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് അനുയോജ്യമായ വഴിയിൽ നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്താൽ മാത്രമേ
ലക്ഷ്യപ്രാപ്തി നമുക്കുണ്ടാകൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മൾ പഠിച്ചിടത്തോളം, നമ്മൾ കണ്ടിടത്തോളം, അതല്ലെങ്കിൽ പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ച് പറഞ്ഞു തന്നിടത്തോളം നമ്മൾ കണ്ട ശരിയായ വഴി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് വിഭാവനം ചെയ്യുന്ന ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് പ്രസ്തുത ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വഴി എന്നതിൽ അന്നം തിന്നുന്നവർക്ക് രണ്ടഭിപ്രായമില്ല. നമ്മളിവിടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു തരും എന്നൊന്നും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാലും ഈ വഴിയിൽ പ്രവർത്തിച്ചാൽ, ഈ വഴിയിലൂടെ പോയാൽ സ്വർഗം കിട്ടുമെന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. നമ്മളിവിടെ വിലായത്തും കുത്തുബും അഖ്താബുമൊക്കെ ഇത്ര രൂപ വെച്ചു തന്നാൽ നിങ്ങൾക്ക് തരാം എന്നൊരു കരാറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എന്നാലും ഈ വഴിയിലൂടെ പ്രവർത്തിച്ചാൽ മഹാന്മാരായ അഖ്താബീങ്ങളായ, കുത്തുബീങ്ങളായ, ഔസീങ്ങളായ, റിജാലുൽ ഗൈബീങ്ങളായ വലിയ വലിയ മഹാന്മാരുടെ പാതയിലൂടെ പോകാനും അവസാനം ലക്ഷ്യപ്രാപ്തി ഉണ്ടാകാനും ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ കഴിയുമെന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. അതാണ് നമ്മൾ പറയുന്നത്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ എന്ന് നാം പറയുന്നത് ആ വഴിയെ സംബന്ധിച്ചാണ്. നമ്മൾക്കറിയാം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുസീബത്തുണ്ട്. രണ്ട് മുസീബത്ത്. ഈ രണ്ട് മുസീബത്തിൽ ഏതാണ് ഏറ്റവും വലുത് എന്നതിനെ സംബന്ധിച്ച് കേരളീയ സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ബിദ്അത്തിന്റെ കക്ഷികളും, രണ്ട് സമസ്തയിൽ നിന്നും മാറിപ്പോയവരുമാണ്. ഇതിൽ ഏറ്റവും അശദ് ഏതാണെന്ന് അതാത് നാടുകളിലെ അതാത് അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടും അതാത് അവസ്ഥകളെ താരതമ്യം ചെയ്തുകൊണ്ടുമാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ അശദ് ഏതാണ് വേർതിരിക്കുന്നത്. നാടുകളെ മാറ്റിമറിച്ചിട്ടാണ്. ഏതായാലിരിക്കട്ടെ, വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ മായം ചേർക്കുകയും ശരിയായ വഴിയിൽ നിന്ന് സമുദായത്തെ മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ബിദ്അത്തുകാർ, അത് പല പേരുകളിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും ഖാദിയാനിയായാലും തബ്ലീഗുകാരനായാലും സാക്ഷാൽ ചേകനൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ പേരിലായാലും ഏത് പേരിലായാലും ശരി, മുസ്തഖീമായ വഴിയിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുപോകുന്നവർ ശരിയായ ശിർക്കിന്റെ വഴിയിലൂടെ നരകത്തിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. പരസ്യങ്ങളൊക്കെ വളരെ ഉഷാറായിരിക്കും. ഓഫറുകളൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ കവച്ചു വെക്കുന്ന ഓഫറുകൾ ഉണ്ടാകും. ചിരിച്ചു മരിക്കാം എന്നൊക്കെ ഓഫറുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ആഖിബത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഏതൊരു മനുഷ്യനും ഏതൊരു സംഘടനക്കാരും നമ്മളോട് പറയുന്ന പരസ്യങ്ങൾ, നിങ്ങൾക്ക് വിജയിക്കാൻ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഞങ്ങളെ കൂടെ പോരണമെന്നാണ്. നമ്മളിവിടെ പറയുന്നത് അങ്ങനെ പോയാൽ സ്വർഗം കിട്ടുമോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് ധൈര്യസമേതം നമ്മൾക്ക് സമുദായത്തോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള നമ്മൾ കണ്ടവരും നമ്മൾ ചരിത്രം പഠിച്ചവരും നമ്മൾ കേട്ടിട്ടുള്ളവരുമായ വലിയ വലിയ മഹാന്മാർ, അവർ മഹാന്മാരാണെന്ന് ജീവിത പ്രവർത്തനങ്ങളിൽ നിന്ന്, വിശുദ്ധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതവും അവരുടെ പാരമ്പര്യവുമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾക്ക് സ്പഷ്ടമായി അറിയാവുന്നതാണ്. പക്ഷേ മാറി നിന്നവരിൽ നിന്നും, ബിദ്അത്തുകാരായ നാട്ടിൽ അറിയപ്പെടുന്നവരിൽ നിന്നുമൊക്കെ അവരുടെ പാരമ്പര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നും അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി എത്രത്തോളമുണ്ട് എന്നും അളക്കാനൊക്കെ വലിയ സ്കെയിലിന്റെ ആവശ്യമില്ല. നാട്ടിൽ സാധാരണ നടക്കുന്ന ആളുകൾക്ക് അതൊക്കെ അറിയാവുന്നതാണ്. നമ്മൾക്കറിയാം, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പേര് കേട്ടാൽ സുന്നികൾ എന്നതിനേക്കാൾ, മുജാഹിദ് എന്നതിനേക്കാൾ, തബ്ലീഗ് എന്നതിനേക്കാളൊക്കെ പേര് കേട്ടാൽ ഏറ്റവും സുന്ദരമായ പേരുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്താനും ഇസ്ലാമിനെ പറ്റി പറയാനും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമേയങ്ങൾ ചർച്ച ചെയ്യാനും ഇത് ഓഫാക്കണം, അല്ലെങ്കിൽ ഇത് കാണൂല.
ഇസ്ലാമിന്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് പറയാനും ഇങ്ങനത്തെ ആളുകൾക്ക് ധാർമ്മികമായ അവകാശം ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും തിരുത്തങ്ങളുടെ ഹദീസുമൊക്കെ അത് പറയാനും അത് വ്യാഖ്യാനിക്കാനും അത് പ്രഖ്യാപിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള പാണ്ഡിത്യവും ജീവിതത്തിൽ അത് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രമാണ് അവർക്കൊക്കെയുള്ള യോഗ്യതകൾ നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലൊന്നും ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. കുരുത്തവും പൊരുത്തവും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണെന്ന് എപ്പോഴും നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ കുട്ടികൾക്കും നമ്മുടെ മുമ്പിലിരിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നവരുമാണ്. ആ കുരുത്തവും പൊരുത്തവും ജീവിതത്തിൽ എത്രമാത്രം നമ്മളൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ട്, കൊണ്ടു നടക്കാൻ എത്രമാത്രം നമ്മളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 ഘട്ടങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടവരാണ്. ആലമുൽ അർവാഹിൽ നിന്ന് പോന്നവരാണ് നമ്മളൊക്കെ. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് ആലമുദ്ദുന്യയിലാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആലമുൽ ബർസഖിലേക്ക് പോകേണ്ടവരാണ്. ആലമുൽ ബർസഖിൽ നിന്ന് ആലമുൽ മഹ്ശറിലേക്ക് എത്തിപ്പെടേണ്ടവരാണ്. അവിടെ നിന്ന് ആലമുൽ ജന്നത്തി അല്ലെങ്കിൽ ആലമുന്നാർ എന്ന് പറയുന്ന സമാപനമാകുന്ന ഏതെങ്കിലും ഒരു ഗേഹത്തിൽ അവൻ അന്തിയുറങ്ങേണ്ടവനാണ്. ഈ പറയപ്പെട്ട 5 ഭാഗങ്ങളും തരണം ചെയ്തുകൊണ്ടുള്ള ശരിയായ ഒരു ജീവിതം ഓരോരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുണ്ട്. നമ്മളിങ്ങനെ കുറെ കാലം ഇവിടെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോകേണ്ടവരാണ് നമ്മളെങ്കിൽ നമ്മൾക്കിവിടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാമായിരുന്നു. പക്ഷെ ഈ പറയപ്പെട്ട 5 ഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. ഇത് കാണൂലല്ലോ എങ്ങനെയായാലും. ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഈ ലൈറ്റ് ഇടണം. വേറൊന്നുമാണ്. ഇസ്ലാമിനെ പറ്റി പറയാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് ഞാൻ പറയാൻ കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴ്ഘടകമായി അറിയപ്പെടുന്ന SIOയുടെ 2003 പൂവത്താണിയിൽ വെച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ബലിപെരുന്നാൾ പ്രോഗ്രാമുണ്ട്. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്കതിന്റെ നോട്ടീസ് കാണാവുന്നതാണ്. ആ നോട്ടീസിൽ അവർ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം വളരെ വ്യക്തമായി നമ്മൾക്കറിയാം. മോനെ താഴേക്ക് വരട്ടെ. ഈദ് നൈറ്റ് 2003 ദൈവമാർഗത്തിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗസ്മരണകൾ ഉയർത്തിക്കൊണ്ട് ആഗതമാകുന്ന ബലിപെരുന്നാൾ ആഘോഷത്തിൽ SIO സംഘടിപ്പിക്കുന്ന ഈദ് നൈറ്റ് 2003 ഇതൊരു ഇസ്ലാമിക സംഘടനയുടെ പ്രോഗ്രാമിന്റെ നോട്ടീസ്. പൂവത്താണിയിൽ 2003 പരിപാടി സംഘടിപ്പിച്ചത് എന്നതിന്റെ നോട്ടീസിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ബലിപെരുന്നാൾ പരിപാടിയുടെ പ്രോഗ്രാമിൽ അവർ നടത്തുന്ന പ്രത്യേകമായ ഇബാദത്തുകൾ: 1 ഗാനമേള, 2 ഹാസ്യ ഒപ്പന, വലിയൊരുനാളുടെ അന്ന് രാത്രി നടത്തുന്ന ഇബാദത്തുകൾ, പ്രധാനപ്പെട്ട ഇബാദത്തുകൾ. 3 മാജിക് ഷോ, 4 കോൽക്കളി, 5 മാർച്ചിങ് ഷോ, 6 വിൽപ്പാട്ട്, 7 നാടകം, 8 അറേബ്യൻ പ്ലേ. ഇത് നാട്ടിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ക്ലബ്ബുകാരുടെ നോട്ടീസ് അല്ല. ഇത് നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന 1% പോലും ഇസ്ലാം അവകാശപ്പെടാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പൂവത്താണിയിൽ നടന്ന പരിപാടിക്കുള്ള പ്രോഗ്രാം നോട്ടീസാണിത്.
ഈ തരത്തിൽ ഇസ്ലാമിക സംഘടനകൾ ഗാനമേളകളും മാഗ്നറ്റിക് ഷോകളും അറേബ്യൻ പ്ലേകളും ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം ഇത് പറയാൻ മാത്രമില്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിൽ കൂടുതൽ പറയാത്തത്. എന്തോ മട്ടായി മനുഷ്യന്മാരെല്ലാരും ഒരേ നീളാവൂലേ? ഇല്ല. അവര് കൂടുതൽ പറയാനില്ലാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത് നാട്ടിൽ മുസീബത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനമാണ്. അത് ഏത് ഗ്രൂപ്പിൽ അറിയപ്പെടുന്ന മുജാഹിദായാലും ശരി, ജിന്ന് കൂടിയതായാലും ശരി, ജിന്ന് ഇറക്കുന്നതായാലും ശരി, ജിന്ന് ഇല്ല എന്ന് വാദിക്കുന്നതാണെങ്കിലും ശരി, ഈ മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ സംസാരിക്കുമ്പോൾ ബിദ്അത്തുകാരെന്ന ലെവലിൽ, മുജാഹിദ് എന്ന ലെവലിൽ ഒരേ പാതയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. തലപ്പാവ് ധരിച്ച, താടി വെച്ച, നിസ്കാരത്തഴമുള്ള, തസ്ബീഹ് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന, 5 നേരം നിസ്കാരശേഷം ദുആവും ദിക്റും ചൊല്ലുന്ന, ആണ്ടർജുകൾ നടത്തുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മരണ വീട്ടിൽ ചെന്ന് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് ബിദ്അത്തും ശിർക്കും കുഫ്റുമാണെന്നും പുണ്യപ്രവാചകർ പഠിപ്പിക്കാത്തതാണെന്നും വഅൻലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യർക്ക് അവന് ചെയ്തത് മാത്രമേ ഉണ്ടാവൂ എന്ന് നാളിതുവരെ പ്രസംഗിച്ചിരുന്ന അവരുടെ പ്രഭാഷകരിൽ ഉന്നതനായ ഹുസൈൻ സലഫി, അദ്ദേഹമാണ് ഇന്ന് അവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നവൻ, വലിയ ആൾ അവനാണ്. ആ ഹുസൈൻ സലഫി അടുത്ത കാലത്ത് നടത്തിയ പ്രസംഗം നമ്മളിൽ അത്ഭുതമുളവാക്കിയിട്ടുണ്ട്, അതിലേറെ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ കാരണം മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള ബാധ്യത തീരുന്നില്ല. മരിച്ചുപോയാൽ അവരോടുള്ള ബാധ്യത തീരുന്നില്ല. അവർക്ക് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗങ്ങൾ മാറിയത് സുന്നത്ത് ജമാഅത്തിന്റെ, സമസ്തയുടെ, ഇസ്തിഖാമയുടെ ആദർശ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഹുസൈൻ സലഫിയുടെ ഏറ്റവും പുതിയ പ്രസംഗം സാന്ദർഭികമായിട്ടൊന്ന് അല്പം കേൾപ്പിക്കുന്നു. ഇത് കാണാൻ ഏതും പള്ളിക്കലെ കാളിയരാന്ന് കരുതണ്ട. ഇത് നാടിനനുസരിച്ചാണ് കോലം കെട്ടുക. ചിലപ്പോൾ വട്ടുണ്ടാവും, ചിലപ്പോൾ ചോപ്പുണ്ടാവും, ചിലപ്പോൾ തൊപ്പിയുണ്ടാവും, തൊപ്പിന്റെ മേലെ കെട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇത് അവസരത്തിനനുസരിച്ചായിരിക്കും. ഹുസൈൻ സലഫി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. പറയട്ടെ. നമുക്ക് വേണ്ടി പ്രയാസം സഹിച്ചിട്ടുള്ള മാതാപിതാക്കൾ, നമുക്കവരോട് കടമയുണ്ട്. എങ്ങനെ ഓരോട് കടമുണ്ടായാല് അൻലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്നല്ല നിങ്ങൾക്കാരൻ വരെ ഓതിയത്. മരിച്ചതിന് ശേഷം മരിച്ചുപോയ ആളുകളോട് കടമകളുണ്ട് എന്ന് മുതലാ നിങ്ങൾ പറയാൻ തുടങ്ങിയത്? ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട്, മരിച്ചവർക്ക് മരിച്ചതിന് ശേഷം മരിച്ചവരോട് കടമകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്, അവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കലുണ്ട്, അവരുടെ നന്മക്കും നമ്മുടെ പുണ്യത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യലുണ്ട് എന്ന് ഞങ്ങൾ പണ്ടേ പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ കാര്യം അത് വിമർശിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി മരിച്ചവർക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മം ചെയ്യണം, അത് മരിച്ചോട് കൂടി അത് തീരൂല. പറയട്ടെ. ഞങ്ങളത് പണ്ടേ വിചാരിച്ചിട്ടില്ല, നിങ്ങളല്ല വിചാരിച്ചിരുന്നത്. ഓല് മരിച്ച ഓലോടുള്ള ബാധ്യത തീർന്നു നിങ്ങളാ വിചാരിച്ചത്, ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാ വിചാരം തിരിച്ച് നിങ്ങൾക്ക് നന്നെന്ന് മാത്രമേ ഞങ്ങൾ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ.
എന്നെയാ ഹദീസ് ഇറങ്ങിയത്? മരിച്ചവർക്ക് വല്ലതും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് നബിനോട് ചോദിച്ചപ്പോ നബി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഇക്കാലം വരെ നിങ്ങൾ ഈ ഹദീസ് ഓതാതിരുന്നത്? ഇപ്പം പഠിച്ചപ്പോ നിങ്ങൾക്ക് സത്യം അറിയേണ്ടി വന്നു. SKSSFന്റെ ഇസ്തിഖാമയുടെ ആദർശ വിങ് വ്യാപകമായി മുഖാമുഖങ്ങളും ചർച്ചകളും നടത്തിയപ്പോൾ പൊതുജനം ഈ വിഷയത്തിൽ ബോധവാന്മാരായപ്പോൾ നിങ്ങൾ പറയാൻ നിർബന്ധിതരാണ്. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പറയിച്ചു എന്നൊന്നും ഞങ്ങൾ അഭിമാനിക്കുന്നില്ല. നിങ്ങൾ പറയാൻ നിർബന്ധിതരായാണ്. പിന്നെന്തൊക്കെ ചെയ്യണം പറയട്ടെ? അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മാതാപിതാക്കളുടെ മതം സപ്പോർട്ടിലാക്കുവാനും അവരെ സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും അവർക്ക് ചെയ്യുന്ന മരണത്തിന് വേണ്ടിയും അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ കഴിയാനും അവർക്ക് പാപങ്ങൾ കൊടുത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ടോങ്ങളും നമ്മൾ ആണ്ടിലൊരിക്കേ ദ്വാരക്കണുള്ളൂ. ഇയാൾ പറഞ്ഞ അങ്ങനല്ല, നിരന്തരം ദ്വാരക്കണം എന്നാ, എന്നും ദ്വാരക്കണം എന്നപ്പോ പറഞ്ഞു. നമ്മൾ ആണ്ടിലൊരിക്കേ നമ്മൾ നടത്തുന്നുള്ളൂ. മുജാഹിദിന്റെ നേതാവ് ഇപ്പൊ പറയണത് അതുപോരാ, നിരന്തരം എപ്പോഴും ദ്വാരന്നുകൊണ്ടിരിക്കണം. എന്തിനാ ദ്വാരക്കേണ്ടത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപം പുറത്തു കിട്ടാൻ. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. എന്നിട്ട് വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് അവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും അക്കൗണ്ട് തുടങ്ങണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പും കനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം എന്നല്ല പറഞ്ഞത്. മരിച്ച ഇമ്മാക്കും ബാപ്പാക്കും പ്രാർത്ഥനയുടെ, ദിക്റിന്റെ, തഹ്ലീലിന്റെ, സ്വതക്കയുടെ വലിയ അക്കൗണ്ട് തുടങ്ങണം. അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ പ്രസംഗം കൊണ്ടൊക്കെ വലിയ മാറ്റം ഉണ്ടായതിൽ സന്തോഷമുണ്ട്. അഹങ്കരിക്കുന്നില്ല, അഭിമാനിക്കുകയാണ്. മറന്നുപോകരുത്. പല മക്കളും ഇന്നത് മറക്കുകയാണ്. മരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കുമ്പോ ഓർമ്മ വരുമ്പോ ഇതൊക്കെ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മാക്കിനെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. ഒരിക്കൽ പോലും ആ നേരത്തെ പോലും പറയൂല. മറുപടിയും ഇതൊക്കെ അത് കൊടുത്തു കൊടുക്കും. എന്റെ അമ്മയുടെ കൊടുത്തു കൊടുക്കുന്നത് ഒരിക്കൽ പോലും പറയാതെ മക്കളുണ്ട്. മക്കളുണ്ട്. നിങ്ങളെ പോലത്തെ ആൾക്കാരുണ്ടായി അജാതി മക്കൾ ഇവിടെ ഉണ്ടാവൂലേ? മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും ദ്വാരക്കാത്ത മക്കളുണ്ടെന്ന് ഇപ്പൊ നിർവഹിച്ചിട്ട് കാര്യമില്ല. മരിച്ചവർക്ക് ദ്വാരക്കാത്ത മക്കളുണ്ടായത് നിങ്ങളെപ്പോലെയുള്ള ഖുർആനും ഹദീസും വളച്ചൊടിച്ചവർ ഈ സമുദായത്തിൽ ദഅവത്ത് നടത്താൻ തുടങ്ങിയപ്പോഴാണ്. പാരമ്പര്യമായി വന്ന ഇസ്ലാം മതവിശ്വാസത്തിന്റെ രേഖയനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്വതക്കയും ദാനധർമ്മങ്ങളും ചെയ്യാനും അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങാനുമൊക്കെ പണ്ടേ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനത്തെ മക്കൾ, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാത്ത മക്കളുണ്ടായാൽ അത് ഫലം ചെയ്യില്ലെന്ന് നിങ്ങൾ തിരുത്തി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്നിട്ട് നോക്കിയാ നിങ്ങള് അങ്ങനെ എപ്പോഴും ദ്വാരന്നാ പോരാ, ഒഴിവിട്ടുങ്ങ ഖബറുങ്ങ പോയി സിയാറത്ത് ചെയ്യും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ല മുജാഹിദുകളും എന്റെ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത്. മാറി ചിന്തിക്കണം. ഈ ഫുലാനുബിന് ഫുലാന നമ്പർ കൈകളിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കണം, എന്താ ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം എന്ന് വിളിച്ചു ചോദിക്കണം. അപ്പൊ ദ്വാരന്നാലും പോരാ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖബറുങ്ങ പോയിട്ട് ഖബർ സിയാറത്തും നടത്തണം. ഇഞ്ഞങ്ങനെ പോകാൻ നേരം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടത് പാർസലയക്കണം. അൽഹംദുലില്ലാഹ്, ഈ രൂപത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ മാറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളാണ് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ പഠനം നടത്തിയാൽ ഈ ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ഒരു ഏകദേശം ഒരു ആശ്വാസം പഠനം നടത്തിയാൽ ഉണ്ടാകും. അതിന് പഠിക്കണ്ടേ? നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിലേക്ക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും സമസ്തയുടെ മുശാവറ ചേരാറുണ്ട്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ചേരുന്ന സമസ്തയുടെ മുശാവറയിലേക്ക് നിരവധി ചോദ്യങ്ങൾ, ഫത്വകൾ ചോദിച്ചുകൊണ്ട് സംശയ നിവാരണത്തിന് വേണ്ടി, അതുപോലെ പല വിഷയങ്ങൾ, തർക്കങ്ങൾക്ക് പരിഹാരം കാണിക്കാൻ സമസ്തയുടെ മുശാവറയിലേക്ക് നിരന്തരമായ കത്തുകൾ വരാറുണ്ട്.
സമസ്തക്ക് അങ്ങനെ ഒരു ഫത്വ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഫത്വ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഫത്വ കമ്മിറ്റിയുടെ സമക്ഷത്തിങ്കൽ വെക്കും. അവർ പ്രസ്തുത ചോദ്യങ്ങൾ അവർ പഠിക്കും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ 4 മദ്ഹബുകളിലും വിശിഷ്യ ശാഫിഈ മദ്ഹബിൽ പ്രസ്തുത വിഷയത്തിൽ ഫിഖ്ഹിന്റെ മാനദണ്ഡം ശാഫിഈ മദ്ഹബിലെ മാനദണ്ഡം എന്താണെന്ന് അവർ പഠിക്കും. ആവശ്യമാകുന്ന ഉചിതമാകുന്ന മറുപടി കർത്താക്കൾക്ക് എഴുതി രേഖാമൂലം അറിയിക്കും. ഇത് സമസ്തയുടെ പാരമ്പര്യമാണ്. എന്നാൽ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന മുജാഹിദുകളായി അറിയപ്പെടുന്ന അതല്ലെങ്കിൽ വിദഅത്തുകാരായി അറിയപ്പെടുന്ന നാട്ടിൽ ദഅവത്തിന്റെ ആളുകളെന്ന് പറഞ്ഞ് വെനസ് നടക്കുന്നവരുടെ നേതാക്കന്മാരുടെ പക്കലേക്ക് ഒരു മസ്അല ചോദിച്ചു പോയാൽ എന്താണ് അവസ്ഥ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മുജാഹിദ് സെന്ററിലേക്ക്, കോഴിക്കോട് മുജാഹിദ് സെന്ററിലേക്ക്, അതിലേറെ വലിയൊരു സെന്റർ വേറില്ലല്ലോ, ആ സെന്ററിലേക്ക് ഒരു വിഷയത്തിന്റെ മസ്അല ചോദ്യം ചോദിച്ച് ഒരു കത്ത് കൊടുത്താൽ അല്ലെങ്കിൽ പ്രവർത്തകൻ പോയാൽ എന്തായിരിക്കും അവനുണ്ടാകുന്ന അനുഭവം ഞാൻ പറയുന്നില്ല. മടവൂർ വിഭാഗത്തിന്റെ നേതാവ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറയട്ടെ. എന്തായിരിക്കും ഉത്തരം? മുജാഹിദ് സെന്ററിലേക്ക് ഒരു വിഷയത്തിന് ചോദ്യം ചോദിച്ച് ഒരാൾ ഇതൊന്നും ഞമ്മളാരോപിക്കുകയാണെങ്കിൽ ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. മുജാഹിദ് വിഭാഗത്തിലെ മടവൂർ വിഭാഗത്തിലെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ് പറയുന്നത്. മുജാഹിദ് സെന്ററിലേക്ക് ഒരു വിഷയത്തിന് ചോദ്യമായിട്ട് ചെന്നാൽ അവനുണ്ടാകുന്ന മറുപടി ഓനോട് പറയും, ആ കാണുന്ന പീഡിയയിൽ ഒരു ഖുർആൻ വാങ്ങിക്കോ, ഇങ്ങനെ പീഡിയക്ക് വന്നൊരു പരിഭാഷ വാങ്ങിക്കോ, ഇങ്ങനെ ഇൻഡെക്സ് വിഷയം കിട്ടണമെങ്കിൽ മറ്റേ പീഡിയക്ക് വന്നൊരു ഇൻഡെക്സും വാങ്ങിക്കോ, എന്നിട്ട് എന്റെ പേരെ പോയി കാണുകയാണ് ഓതി പഠിച്ചാണ് ഇജ്ജന്റെ തീരുമാനത്തിലേക്ക് എത്തിക്കാളാ എന്നാണ് മുജാഹിദ് സെന്ററിൽ നിന്ന് മറുപടി പറയുന്നത് എന്ന് പരസ്യമായി പ്രസംഗിക്കേണ്ടിടത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനം അധപ്പതിച്ചുപോയി. പറയട്ടെ, കുറച്ച് പുറത്തു പറ്റേ വേണ്ട, അതിന് പേര് സംഘടനയാണ്. ഇപ്പൊ ഇതിന് വേണ്ട, ഇതിന് KNM വേണ്ട, അതിപ്പോ ഏത് മനുഷ്യന്മാർക്ക് കഴിയുന്ന സംഗതി. ഇപ്പൊ ഒരു സംഘടന ആവശ്യമില്ലല്ലോ ഇപ്പൊ ഇനി. വേണ്ട, അതിന് അൽമനാറും വേണ്ട, KNM വേണ്ട, മുജാഹിദും വേണ്ട, അത് ഏത് മനുഷ്യന്മാർക്കും തീരും. പൊന്നു ഹബീബന്മാരൊരു സംഘടന എന്ന് പറഞ്ഞത് എന്തിനാ? ആ സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ ആശയങ്ങൾ ദൂരീകരിക്കാനും തങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുക വഴി അവന് ആഖിറം വിജയിക്കാൻ ആവശ്യമാകുന്ന വിഭവങ്ങൾ കൊടുക്കുക എന്നതാണ് ഒരു സംഘടനയുടെ അടിസ്ഥാനപരമായ ധർമ്മം. അതിന് സാധിക്കൂലെങ്കിൽ പിന്നെ സംഘടനയുടെ ആവശ്യമുണ്ടോ? ഞാൻ കൂടുതൽ ഐറ്റങ്ങളെ പറയണില്ല, അത് പറയാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കിടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നാൽ നമ്മളുടെ നേതാവായ കരളിന്റെ കഷ്ടമായ ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ പറയാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എവിടെയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവിടെയൊക്കെ റബീഉൽ അവ്വൽ 12-നായിരുന്നു പണ്ടൊക്കെയെങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 മുതൽ അവസാനം വരെ മൗലിദ് പാരായണവും ആഘോഷയാത്രയും അന്നദാനങ്ങളും അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ സന്തോഷം കൊണ്ടാടുമ്പോൾ സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫൽയഫ്റഹു എന്നതിന്റെ തഫ്സീറിൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാൻ കടക്കുന്നില്ല.
നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സന്തോഷത്തിൽ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ നിഅമത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്തിൽ പറഞ്ഞ ഫളി എന്ന് പറഞ്ഞാൽ എന്താണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഫളി എന്ന് പറഞ്ഞാൽ അൽ ഫളിലു അൽ ഇൽമു വർ-റഹ്മതു ഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഈ ആയത്തിലെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിയാണ്. കാരണം മുഹമ്മദ് നബിയെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. ആലമിന് റഹ്മത്തായ നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണേ എന്ന് ഖുർആനിന്റെ നസ്സായ കൽപ്പന നിലനിൽക്കെ അന്നൊരു മുസ്ലിം സന്തോഷിച്ചാൽ അപ്പൊ തുടങ്ങി ബടിമ നീച്ച പാമ്പിന്റെ മാതിരി മുജാഹിദാണ് വരും. അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? എന്താ മറ്റോലെ ജന്മദിനങ്ങൾ നടത്താത്തത്, എന്താ ബല ജന്മദിനം നടത്താത്തത്? തിരിയാനും അറിയാനായിക്കൂല. ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ ബലിപെരുന്നാളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNM-ന്റെ നേതൃത്വത്തിൽ ബലിപെരുന്നാളിന്റെ സുന്ദരമായ സുദിനത്തിൽ വലിയ താടി നീളമുള്ള, വലിയ ചക്കക്കുരു പോലെ നിസ്കാരത്താഴമുള്ള മുജാഹിദിന്റെ നേതാക്കന്മാർ ബലൂൺ പൂർപ്പിക്കൽ മത്സരം നടത്തിയത് നമ്മളൊക്കെ പല ഒരു നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബലൂൺ പൂർപ്പിക്കൽ മത്സരം നടത്തി. എനിക്ക് അതിനെപ്പറ്റി കുറച്ച് പറയാണ്ട് ആദ്യം നിങ്ങളെ മത്സരം ഒന്ന് കാണി. ബലൂൺ പൂർപ്പിക്കൽ മത്സരം, മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗം നടത്തിയ ബലൂൺ പൂർപ്പിക്കൽ മത്സരം. അത് എവിടുന്നാ നടത്തിയത് നിങ്ങള്? ബലിപെരുന്നാളിന്റെ തലേന്ന് ഏറ്റവും നല്ല ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസത്തിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പ്രത്യേകമായ രാവുകളെ എണ്ണിയ കൂട്ടത്തിൽ നബി തങ്ങൾ എണ്ണിയ പെരുന്നാളിന്റെ രാവിൽ ബലൂൺ പൂർപ്പിക്കുന്ന മത്സരം KNM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ മത്സരം നിങ്ങളൊന്ന് കാണി. എന്നിട്ട് എനിക്കൊന്ന് പറയാണ്ട്. കണ്ടങ്ങള് ഈദ് മീറ്റ് മോൾ നോക്കി, നിങ്ങൾ ഇസ്ലാഹി സെന്റർ ഈദ് മീറ്റ് നോക്കിയാൽ നിങ്ങൾ ഒന്നിലും രണ്ടിലും പഠിച്ച ചെറിയ കുട്ടികളല്ല അല്ലേ? പൈന്റ് അടിച്ചാൻ കൊണ്ടുപോണ ബ്രഷിന്റെ മാര് നീണ്ട താടുള്ള വലിയ വലിയ മൗലവിമാരാണ് ബലൂൺ വീർപ്പിക്കൽ മത്സരം നടത്തുന്നത്. ഏതെങ്കിലും ഒരു പെരുന്നാളിന് നബിയോ സ്വഹാബിയോ ബലൂൺ വീർപ്പിച്ചതിന്റെ ഒരു ഹദീസ് വായിക്ക്. ഞങ്ങൾക്ക് മാത്രം ഹദീസ് ആയത്തും ഇങ്ങൾക്കും ഹദീസ് ആയത്തൊന്നും വേണ്ടേ? എത്ര ബലൂനാ നബി പൊട്ടിച്ച എണ്ണം പറ. നബി പൊട്ടിച്ച ബലൂനിന്റെ എണ്ണം പറ. സ്വഹാബികൾ പൊട്ടിച്ച ബലൂനിന്റെ എണ്ണം പറ. ഏതെങ്കിലും പെരുന്നാളിന്റെ ഏതെങ്കിലും രാവുകളിൽ പുണ്യ നബിയോ സ്വഹാബത്തോ ബലൂൺ വീർപ്പിക്കാൻ മത്സരം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏത് ഇസ്ലാമിന്റെ ആളുകളാ? ഏത് ഇസ്ലാമിന്റെ ആളുകളാ? റബീഉൽ അവ്വൽ 12-ന് പുണ്യപ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച് ഒരു ബലൂൺ പൂർപ്പിച്ച് നൂലുമ്മൽ കെട്ടി കുട്ടികൾ പിടിച്ച് ശിർക്ക് അത് പറ്റൂല. അതിന്റെ ആയത്തോട് മുസ്ലിയാക്കന്മാർ ശിർക്കിലേക്കാണ്. ആയത്തും കിട്ടുപോത്. അടുത്ത ആയത്ത് ഞങ്ങൾ അതിനും ആയത്ത് ഓതി തരാം. ഇതിന്റെ ആയത്ത് കിട്ടുപോത് അല്ലെങ്കിൽ ഇതിന്റെ ഹദീസും കൊണ്ട് പറ. നോക്കിയാ നിങ്ങൾ മൊത്തം മനുഷ്യന്മാർ ഉളുപ്പുണ്ടോന്ന് ചോദിക്കണെങ്കിൽ ആ സാധനം ഉണ്ടെങ്കിൽ പണിക്ക് നിൽക്കുമോ? അല്ല ഉണ്ടോന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ ആ സാധനം ആദ്യം മാണ്ടേ? പോട്ടെ ഉണ്ട്. നബി തങ്ങൾ പൊട്ടിച്ച ബലൂനിന്റെ എണ്ണം ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന വല്ല വഹാബികളുമുണ്ടെങ്കിൽ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് ഒരു തുണ്ട് കടലാസിൽ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടുവരാവുന്നതാണ്. നബിയോ നബിയുടെ ഇത്തിബായി കൊണ്ടു നടന്ന സ്വഹാബികളോ ഏതെങ്കിലും ഒരു ആഘോഷവേളയിൽ ബലൂൺ വീർപ്പിച്ച ഹദീസും കൊണ്ടുവരും. അപ്പൊ ബാക്കി പറയാം. ഈ രൂപത്തിൽ ദീൻ പറയാനും ദീനിന്റെ ആദർശങ്ങൾ പറയാനും സാധിക്കാത്ത രൂപത്തിൽ ആദർശപരമായി മലീമസമായ സാഹചര്യത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ട്. പണ്ടൊക്കെ ഞമ്മക്കറിയാം ഒരാൾ മുജാഹിദുകാരനാന്ന് പറയുകയാണെങ്കിൽ ഞമ്മക്കറിയാം പള്ളിയിൽ നിസ്കാരം നടക്കുക,
നിസ്കാരം നടക്കുമ്പോ ഒരു 10-50 ആള് മോമൂമിങ്ങളുണ്ട്. ഇമാം അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലത്തോട്ടും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഇടത്തോട്ടും സലാം വിട്ടുമ്പോഴും കാണാ ടൈപ്പിന്റെ സ്വിച്ച് താകണമാര് ഒന്ന് താന്നിട്ട് ഒന്ന് പൊന്തിട്ട് മേപ്പെട്ട് നീച്ചിക്കണേ. അപ്പൊ നീച്ചെന്താ മനസ്സിലാക്കാവോ മുജാഹിദുകാരനാണ്. അങ്ങനെ നാട്ടിൽ അതൊരു സ്ഥാനമായി, അതൊരു ക്രെഡിറ്റായി കരുതിയിരുന്ന കാലുണ്ടായിരുന്നു. ഇന്ന് മുജാഹിദുകാരൊക്കെ അടക്കക്കട്ട കള്ളന്മാര് പോണാര് അങ്ങാടി കൂടെ പോണത്. കാരണം മുജാഹിദുകാരൻ പോകുമ്പോ ഓൻ ജിന്ന, ഓൻ ചെയ്ത്താന, ഓ എയിന്റാള, ഓൻ ജിന്നൂര്യ, വലിച്ചൂര്യ, അടിച്ചെറുക്കണോനാ, കേറ്റണോനാ, ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. കഴിഞ്ഞൊല്ലം പറഞ്ഞ തൗഹീദല്ല ഇക്കൊല്ലം പറയണത്, ഇക്കൊല്ലം പറഞ്ഞ തൗഹീദാവില്ല നാളെ പറയണത്, നാളെ പറഞ്ഞ തൗഹീദാവില്ല പിറ്റന്നാള് പറയണത്. ഇതെന്താ മനുഷ്യന്മാര് ദിവസം മാറുന്നമാര് മാറാനുള്ള സാധനമാണ് ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഏകദൈവ വിശ്വാസവും ലാ ഇലാഹ ഇല്ലല്ലയും അതിന്റെ നിർവചനവും പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ തകരാറൊന്നും സംഭവിക്കൂല. ശിർക്കിന്റെ നിർവചനത്തിൽ, ഇബാദത്തിന്റെ നിർവചനത്തിൽ, തൗഹീദിന്റെ നിർവചനത്തിൽ ദൂരവ്യാപകമായ ക്രമക്കേടുകൾ മുൻഗാമികളായ നിങ്ങളുടെ പണ്ഡിതന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചുരുക്കത്തിൽ ആദർശപരമായ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ആദ്യകാലം സംഭവിച്ചപ്പോ, 1920 ശേഷം ഇവിടെ സംഭവിച്ചപ്പോ, അന്നത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചു, ഇങ്ങനെ പോയാൽ പരമ്പരാഗതമായി കിട്ടിയ മതം ഇവിടെ കുഴിച്ചു മൂടപ്പെടുമല്ലോ, എന്തു ചെയ്യണം? അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. സമയ പരിമിതി മൂലം കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന്. സമസ്തയുടെ ഇന്നത്തെ അഭിമന്യനായ പ്രസിഡന്റ് ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ, എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് അഭിമന്യനായ ഉസ്താദ് പറയട്ടെ. അതുമായി തന്നെ പ്രവേശിച്ച ദേവികളില്ല അവരുടെ ജനങ്ങൾ അണിനിരക്കാറ്. അതേ സമയത്ത് ഇത് അള്ളാഹുവിന്റെ നീണ്ട് രക്ഷിക്കേണ്ട കടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അശയാദത്തിന്റെ ജനങ്ങളെ പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാരെ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാന അവസാനത്തിൽ മഹാപണ്ഡിതന്മാരെ മഹാനായ പലക്കൽ മുന്നക്കുഴപ്പങ്ങൾ അള്ളാഹുവിന്റെ ഒഴിയാണ് മഹാപണ്ഡിത എല്ലാവരായും ബഹുമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പണ്ഡിതന്മാരിലായും അദ്ദേഹത്തിന്റെ അധ്യക്ഷൻ യോഗം ഒരു സംഘടനക്ക് രൂപം നൽകി. ആ സംഘടന അയാൾക്ക് താമസക്കേണ്ടത് 86 കൊല്ലങ്ങളിൽ അള്ളാഹുവിന്റെ കീഴിൽ വഴി പ്രവർത്തിച്ചു ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മഹത്തായ സംഘടന അതിന്റെ അന്ന് ഇന്ന് വരുന്ന ആൾക്കാരുടെയും സൂഹി വൈദ്യന്മാരും അതുമാർക്കൻ ഹരിതശുദ്ധിയായ വിജ്ഞാനത്തിന്റെ സമസ്തകൾ വർഗത്തിന്റെ സംഘടന. ഈ സംഘടന നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, എല്ലാവരും അതിന്റെ ചെയ്യാൻ അണിനിരക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയും ചെയ്യാം. ബിദ്അത്തുകാർ, ദീനിനെന്ന് വികലമാക്കപ്പെടുന്ന ആളുകൾ, കള്ളത്വരീഖത്തുകാർ, ഇങ്ങനെ പലരും കേരളത്തിൽ വന്നപ്പോ സമുദായത്തെ രക്ഷപ്പെടുത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ഒരു സംഘടനക്ക് മറുസംഘടന എന്ന നിലക്കോ സ്ഥാനമോഹങ്ങൾ നിരന്തരം കയറിയതുകൊണ്ട് അല്ല സംഘടനകൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. അള്ളാന്റെ ദീൻ നിലനിർത്താനാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാൽ രൂപീകൃതമായ സംഘടനയാണ്. ഈ സംഘടന കേരളത്തിൽ രൂപീകൃതമായപ്പോ കേരളത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങൾ, രക്ഷ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, സ്വർഗമാഗ്രഹിക്കുന്ന ജനങ്ങൾ മുഴുവനും ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരുന്നു. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരുന്നു. വിശിഷ്യ മഹാനായ വരക്കൽ മുന്നപ്പോയ തങ്ങളടക്കമുള്ള പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരടക്കമുള്ള കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവസാനം ചരിത്രത്തിൽ വലിയ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ കണ്ണിയത്ത് സ്ഥാപനം ശംസുൽ ഉലമയും ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ കാലഘട്ടം.
അന്ന് കേരളീയർ വലിയ ഭാഗ്യവാന്മാരായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട എല്ലാ നേതൃത്വ ഗുണങ്ങളും ഇൽമിലും തഖ്വയിലും വറയിലും 100% മേനി കാണിച്ചിട്ടുള്ള, വിളവ് കാണിച്ചിട്ടുള്ള ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നിലനിൽക്കുന്ന കാലത്താണ് സമസ്തയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ സമസ്തയിൽ നിന്ന് മാറിപ്പോയ ഏതാനും ആളുകൾ, ഞാനതിന്റെ ആ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ ഞാൻ ഈ സമയത്ത് പറയുന്നില്ല. അവരുടെ മുസീബത്തും അവർ സമുദായത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ള ഫിത്നയുമൊക്കെ ഈ നാട്ടുകാർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. അനുഭവിക്കുന്നവരാണല്ലോ നിങ്ങൾ. അനുഭവിക്കുന്നവരോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റും ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറിയുമായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചവരാണ് മറുഭാഗമെന്ന് മറന്നുപോകരുത്. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഭാഗം കാണാം. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസാണ് എന്റെ കയ്യിലുള്ളത്. 2002 സെപ്റ്റംബർ മാസത്തെ സുന്നി വോയിസ്. ആ സുന്നി വോയിസിന്റെ 23-ാമത്തെ പേജിൽ ഒരു വലിയ ലേഖനമുണ്ട്. സമസ്ത ചരിത്ര കേരളത്തിന്റെ പ്രകാശഗോപുരം എന്ന ഹെഡിങ്ങിൽ കാന്തപുരത്തിന്റെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ 23-ാമത്തെ പേജിൽ ഒരു ഹെഡിങ് കാണാം. ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. ഞങ്ങളാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ ആളുകളെന്ന് നാഴികക്ക് 40 വട്ടം ഇവരെ പ്രസംഗിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നവർ ഈ ഭാഗമൊന്ന് ഒരു നല്ല മനസ്സോടുകൂടെ നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശ ജാഗരണത്തിന്റെ നാടുകളെന്ന പേരിൽ ഒരു ഹെഡിങ്ങിൽ കാന്തപുരത്തിന്റെ പ്രസംഗം ലേഖനമായി കൊടുത്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ ഇത് പരിശോധിക്കാവുന്നതാണ്. എന്താണ് ഇതിലെഴുതിയത്? തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിതിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. തീർത്തും ആദർശാധിഷ്ഠിതമായ വഴിതിരിയൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുന്നത് ആദർശത്തിന്റെ പേരിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ 2 മഹാന്മാരടക്കമുള്ള നേതാക്കന്മാർക്ക് ആദർശം നഷ്ടപ്പെട്ടു. അങ്ങനെ ആദർശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വഴിതിരിഞ്ഞു പോന്നിട്ടുള്ളത്. നമുക്ക് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. എങ്ങനെ ചെങ്ങായിമാരെ നിങ്ങൾ പിന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളാകുക? എങ്ങനെ നിങ്ങൾ ശംസുൽ ഉലമയുടെ ആളാകുക? ഞങ്ങൾക്കതിലൊട്ടും ദുഃഖമില്ല, ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു വഴിതിരിയലായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും കൂടെയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വഴിതിരിയലായിരുന്നു എന്ന് സാക്ഷാൽ കാന്തപുരമേറ്റി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി 2002 സെപ്റ്റംബർ മാസം നിങ്ങൾ പ്രസിദ്ധീകരിച്ച സുന്നി വോയിസിലുണ്ട്. എങ്ങനെ നിങ്ങൾ പിന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലിന്റെ ആളുകളായ? ഞങ്ങൾക്കത് ഞങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അങ്ങനെ പറയാതിരുന്നേ. ഇവന് കണ്ണിയത്ത് ഉസ്താദിന് ശംസുൽ ഉലമയിലേക്ക് എതിർക്കുന്ന ആളുകളാണില്ലേ എന്ന ആളുകൾ പറയാൻ തുടങ്ങിയാൽ അത് ഏറ്റവും വലിയൊരു പിന്നെ മോശല്ലേ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇന്ന് പ്രസംഗങ്ങളിൽ അങ്ങനെ പറയുന്നത്. തീർന്നിട്ടില്ല. ഇത് ഏറ്റവും പുതിയ റിസാലയാണ്. 2015 മാർച്ച് 4 പുറത്തിറങ്ങിയ റിസാല. ഈ റിസാലയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സുദീർഘമായൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പൊന്മള ചിലപ്പെട്ടുകളെ കൊണ്ട് ഒന്നാമത്തിന് സത്യം അറിയിപ്പിക്കുമല്ലോ. ഇതൊക്കെ ആർക്കും വേണമെങ്കിൽ ഇവരൊന്ന് പരിശോധിക്കാൻ തിരിച്ചു തരണമെന്ന് മാത്രം. ഈ റിസാലയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ലേഖനത്തിന്റെ പ്രശസ്ത ഭാഗം ഞാനൊന്ന് വായിക്കാം, കേട്ടോളി. മുഷാവറയിലെ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുഷാവറയിൽ വരുന്നത്. ഞാൻ പറഞ്ഞാലും പൊന്മള. അപ്പൊ ഞാൻ കേന്ദ്ര മുഷാവറയിൽ വരുന്നത് ഈ ഇറങ്ങിപ്പോക്കുണ്ടായതിനു ശേഷമാണ്. അങ്ങനൊക്കെ പോക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. മുഷാവറ പുനഃസംഘടിപ്പിക്കാറുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി കേട്ടോളി. ഇനി ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത്ര വലിപ്പമുണ്ടല്ലോ ചങ്ങായിമാരങ്ങളൊക്കെ. കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമത്തിനെതിരെ ഞങ്ങൾ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 ഓപ്ഷനാണ് വക്കീൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്.
ഒരു 35 വയസ്സിന്റെ താഴെയുള്ള SSFന് പ്രവർത്തിക്കുന്ന കാന്തപുരം വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വല്ലവരും ക്ഷമയോടെ എന്റെ സംസാരം കേൾക്കുമെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസം പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയ പുതിയ റിസാലയാണ് എന്റെ കയ്യിലുള്ളത്. അങ്ങനെ വക്കീലെ സമീപിച്ചപ്പോ വക്കീല് 2 കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഏതാ 2 കാര്യങ്ങൾ? ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക, ഉള്ളാളുപ്പാക്ക കന്യത്തി സ്ഥാപനത്തിനെതിരെയും കാന്തപുരം ശംസുല്ലമക്കെതിരെയും കേസ് കൊടുക്കുക. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞ ഒന്നാമത്തത്. രണ്ടാമത്തെ മാർഗം മുഷാവറ കയ്യേറുക. എന്താ ഇതിന്റെ മലയാളം? നീര് പറ്റാത്ത മട്ടലുമായിട്ട് മുഷാവറയിൽ ചെന്നിട്ട് കന്യത്ത് ഉസ്താദ് അടുത്തുള്ള പണ്ഡിതന്മാരെ നെറുന്തനക്ക് തല്ലാൻ ഞങ്ങളോട് വക്കീല് പറഞ്ഞു എന്ന് പൊന്മള എഴുതിയതാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര വെളുപ്പുണ്ടല്ലോ ഞങ്ങളൊക്കെ. എന്നിട്ട് ഈ കന്യത്ത് ഉസ്താദിന്റെ ശംസുലമിന്റെ മഹത്വം പറഞ്ഞു നടക്കുക. ഈ വിവാദത്തെ മഹല്ലത്തുകളിൽ അടുപ്പിക്കാനോ ദീനീ സ്ഥാപനങ്ങളിൽ അടുപ്പിക്കാനോ ആഖിറ രക്ഷപ്പെടുമെന്ന് കരുതി ഇവരെ പിന്നാലെ വല്ലവരും കൂടിയെങ്കിൽ ഇവരുടെ പിന്നാലെ കൂടിയവർക്ക് ആഖിറം രക്ഷപ്പെടാൻ കഴിയില്ല. ഭൗതികമായ രോഗസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനൊക്കെ എഴുതി ഇങ്ങനൊക്കെ ചെയ്ത ഇവർ ഇക്കഴിഞ്ഞ മർക്കസിന്റെ പൊതുസമ്മേളനത്തിന്റെ 2 ദിവസം മുമ്പ് മർക്കസിൽ സംഘടിപ്പിച്ച ഒരു മതപ്രഭാഷണ പരിപാടി. അതിൽ പ്രഭാഷണം നടത്തുന്നതാരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എന്നിട്ട് മൂപ്പര് പറയണേ, ഉസ്താദുമാരെ പൊരുത്തം വേണം, ഇല്ലെങ്കിൽ കഴിച്ചിലാകാൻ പറ്റൂല. ഏതെല്ലാം ബോധം ഉണ്ടായാലും സന്തോഷമുണ്ട്. അത് പേരോട് തന്നെ പറയട്ടെ. ഞാൻ പറഞ്ഞ പേരോട് പറഞ്ഞ മാതിരി അവൻ അയാളെന്നെ പറയട്ടെ. നൊളോളി പിന്നെ അതിൽ കൂട്ടത്തിൽ പെട്ടതാ. തുടങ്ങിയത് മുതൽ ഒടുക്കം വരെ നൊളോളിച്ചാലും കഷായത്ത് കൂട്ടാൻ 1/2 ഔൺസ് കണ്ണുനീര് കിട്ടൂല. അല്ല, നമ്മളുള്ളതായി പറയണ 1/2 ഔൺസ് കണ്ണുനീര് പറയട്ടെ. അങ്ങനെ പറയേ. അപ്പൊ ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ റസൂലുള്ളാഹിന്റെ അടുത്ത് പ്രവേശനമില്ല. അതിന്റെ മലയാളം താരങ്ങള് ഏപ്പിക്കാർക്കും ഏപ്പിനെ താങ്ങിയവർക്കും റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ല എന്നാണ് പേരോടി പറഞ്ഞതിന്റെ അർത്ഥം. എന്നാണ് പൊന്മളി എഴുതിയ ലേഖനത്തിൽ മനസ്സിലാകുന്നത്. ആർക്കും പരിശോധിക്കാം. ഞങ്ങൾ വക്കീലിനെ സമീപിച്ചപ്പോ 2 കാര്യം പറഞ്ഞു. ഒന്ന്, കന്യത്ത് ഉസ്താദിനും ശംസുലുമക്കെതിരെ കേസ് കൊടുക്കുക. രണ്ടാമത് മുഷാവറ കയ്യേറുക. ഇത് ഏപ്പിക്കാർക്ക് മാത്രം, നമ്മളാൾക്കാർക്ക് സംശയം ഇതൊന്ന് വായിച്ചു നോക്കാം. ഈ റിസാല പിൻവലിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പിൻവലിക്കേണ്ടി വരും. എന്നിട്ട് പറയാ ഉസ്താദുമാരെ കുരുത്തം വേണം. അത് പാട്ടുപാടി ഉണ്ടാവൂല, അത് മര്യാദയ്ക്ക് ജീവിക്കുമ്പോണ്ടാണ് സംഗതിയാണ് ഈ കുരുത്തം എന്നൊക്കെ പറഞ്ഞാൽ. അത് ആന കുമ്പിട്ടത്രൊന്നും ഉണ്ടാവൂല. അത് മനുഷ്യൻ നന്നായി ജീവിക്കുമ്പോൾ പർച്ചോന്റെ സംഗതിയാണ് ഈ കുരുത്തമൊക്കെ. സൗണ്ട് അതേ സോണിന്റെയും സർക്കിളിന്റെയും സപ്പോർട്ടില്ലാതെ ജില്ലാ കമ്മിറ്റിയുടെ റെക്കമെന്റില്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പാസ്സാകൂല. അപ്പൊ അടിയെന്ന് കിട്ടിയെങ്കിലേ മേലെന്ന് പാസ്സാകുള്ളൂ. ആദ്യം പള്ളിക്കത്തെ മൊല്ലാക്കാന്റെ പൊരുത്തം വേണം. അത് ശരി. ആദ്യം പള്ളിക്കത്തെ മൊല്ലാക്കാന്റെ പൊരുത്തം വേണം. ഓത്ത് പള്ളിയിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തം വേണം. പള്ളി ദർശനം പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തം വേണം. അറബി കോളേജിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തം വേണം. കയ്യിൽ സനത് തന്ന ഉസ്താദിന്റെ പൊരുത്തം വേണം. ആ പൊരുത്തമില്ലാതെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്തൂല. അത് നിറവേറ്റിട്ട് കാര്യമില്ല. അത് കിട്ടുന്ന പണിയെടുക്കണം. തരൂല. അതിപ്പോ എല്ലാവർക്കും തീരൻ തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മദദ് ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം. വെറും മുത്ലഖൻ ആലിമിന്റെ പൊരുത്തം വരാ. റസൂലുള്ളാഹിന്റെ അനന്തരക്കാരായ ആലിമീങ്ങളാരാ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ ഇർഫുള്ള മഹാന്മാരായ
പണ്ഡിതന്മാരുടെ പൊരുത്തം വേണം. കോലം കെട്ടിയവന്റെ പൊരുത്തം പോരാ. അറബി വാക്ക് മലയാളീകരിക്കാനോ മലയാള വാക്ക് അറബീകരിക്കാനോ കഴിയുന്ന ഏതെങ്കിലും മൂല്യാരുടെ പണ്ഡിതന്മാരുടെ പൊരുത്തം പോരാ. പ്രവാചകന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ പൊരുത്തമുണ്ടായാലേ റസൂലുള്ളാഹിന്റെ മദദ് ലഭിക്കൂ. പാണക്കാട്ടുകാരെ പൊരുത്തം വേണമെന്നതിന്റെ മലയാളം. അതിന് മലയാള റസൂലുള്ളാഹിന്റെ അനന്തരക്കാരെ പൊരുത്തമാണെന്നാണ്. പാണക്കാട്ടുകാരെ പൊരുത്തമാണ്. ഇത് നോളിച്ചിട്ട് കാര്യമില്ല. പാണക്കാട് ചെല്ല്, അവിടുത്തെ കൈപിടിക്ക്. കള്ളത്തരത്തിൽ ഫോട്ടോ എടുത്താണ് വാട്സപ്പിൽ വിടില്ല. അതിനെല്ലാവർക്കും കഴിയും കള്ളത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ വിടാനും നുണ പ്രചരിപ്പിക്കാനും വല്ല ഹിക്മത്തും വല്ല ബുദ്ധിയൊന്നും ആവശ്യമില്ല. അത് ആർക്കും കഴിയുന്ന സംഗതിയാണ്. ഒരു വിഷയം വരാണ്ട് അപ്പം മര്യാദക്ക് പറയാ. എത്തിമക്കളെ കായ് മാത്രം പോരാ, ഓരോ പൊരുത്തം വേണം. അവ എത്തിമക്കളെ പൊരുത്തം വേണം. റസൂലുള്ളാഹിന്റെ അനന്തരക്കാരായ മഹാന്മാരായ സയ്യിദന്മാരുടെ പൊരുത്തം വേണം. അമ്പിയാക്കന്മാരുടെ ഇറുസുള്ള പണ്ഡിതന്മാരുടെ പൊരുത്തം വേണം. നിങ്ങൾ ഈ റിസാലയിൽ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ, ഈ സുന്നി വോയിസിൽ എഴുതിയ രൂപത്തിലാണെങ്കിൽ, ഈ പറയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളുടെയും സമസ്തയിൽ ഒരാളുവിന്റെയോ 1% പോലും പൊരുത്തമില്ലെന്ന് ആണക്കത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. മറിച്ച് പറയാൻ കഴിയുന്നവൻ മറുപടി പറയേണ്ടതാണ്. ഇന്ന ഉസ്താദിനെ പൊരുത്തുണ്ടെന്ന് കൈയായിട്ട് പറഞ്ഞോണ പറയാൻ പറ്റൂല. ഉള്ളു പറ. ഇന്ന ഉസ്താദിനെ പൊരുത്തുണ്ടെന്ന് പറയാൻ പറ്റുമോ? അവരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് സന്തോഷിക്കുന്നു. അവർക്ക് ആദർശം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ പൊരുത്തുണ്ടാവണോ? നുണ പറയരുത്, നുണ പറയരുത്. മാത്രമല്ല, അടുത്ത കാലത്തായി സമസ്തയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നു. അല്ലേ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ മാതിരി സമസ്തയിലേക്ക് കൂട്ടം കൂട്ടായിട്ട് ആളുകൾ വരാൻ. വന്നവർക്ക് പ്രസംഗിക്കാനേ ഇപ്പൊ സ്റ്റേജുകളിൽ സമയമുള്ളൂ, അല്ലാത്തവർക്ക് സമയം കിട്ടുന്നില്ല. ഈ രൂപത്തിൽ ചക്കരാണി കൊണ്ടോട്ട് എറുമ്പ് മരുട്ടമാര് മരുട്ട് സക്കാഫികൾ വരികയാണ്, സാഹിതികൾ വരികയാണ്. ഇങ്ങനെ ഓരോരുത്തർ കടന്നു വരികയാണ് സമസ്തയിലേക്ക്. ഇത് കണ്ടപ്പോ കണ്ണുകുടിച്ച കുരങ്ങനെ ചന്തിക്ക് തോല് കുത്തിയതുപോലെയുള്ള വെപ്രാണം കൊണ്ട് മറുഭാഗത്തെ പ്രഭാഷകനായ, ഇതൊക്കെ പറയേണ്ടി വന്നെന്തുകൊണ്ടാണ് നിങ്ങൾ പറയിപ്പിച്ചുകൊണ്ടേ പറയുന്നൊക്കെ, മറുഭാഗത്തിന്റെ നേതാവായ പ്രഭാഷകനായ കൂറ്റമ്പാറ അബ്ദുറഹ്മാനെ അടുത്ത സമയത്ത് ഒരു പ്രസംഗം നടത്തി. സുബ്ഹാനല്ലാഹ്, ആ പ്രസംഗം കേൾപ്പിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ കേൾപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് അദ്ദേഹം നടത്തിയ പ്രസംഗം? ഞങ്ങൾ ആലിമീങ്ങളെ കുറ്റം പറയുന്നില്ല, ഞങ്ങൾ മുങ്ങിക്കുറിച്ചവരാണ് എന്നല്ലേ നിങ്ങൾ പറയല്? ഞാൻ ആ കൂറ്റമ്പാറ അബ്ദുറഹ്മാന്റെ ആര്യമുടെ പ്രസംഗം കേൾപ്പിക്കാം. എന്താണ് അദ്ദേഹം അതിൽ പറഞ്ഞാരങ്ങള്? ഇവിടെ 2 കൂട്ടരുണ്ട്. ഒന്നാരാ? ഒന്ന് നമ്മളും, നല്ല സമസ്തക്കാരും ഈ പറയപ്പെട്ട ആളുകളും. സമസ്തക്കാരത് നമ്മളെ പറ്റി പറയാണ് ഒരു പട്ടിപ്പാല് പോലെയാണ്. ആലോചിച്ച് നോക്കുന്നത് കുറച്ച് കട്ടിയുള്ള വാക്കാതൊക്കെ. സമസ്തക്കാർ പട്ടിപ്പാല് പോലെയാണ്. പട്ടിന്റെ ഔട്ടുകാർ നോക്കിയാൽ ഹൗലങ്കാരെ ടേബിൾ വെച്ചമാര് ബരിയായിട്ടുണ്ടാവും, ബരിയായിട്ട്. ആ പട്ടിന്റെ ഔട്ടിലെ മൊനയെന്ന് വരുന്ന പാല് അത് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അങ്ങനത്തെ പാലാണ് സമസ്തക്കാര്. എന്നാൽ ഞങ്ങള് ഏത്യുസ്ഥാന്റെ ആളുകൾ ആരാധകള് പശുവിൻ പാലാണ്. ഔട്ട് 4 4 മതി. ആയിക്കൂടെ വരുന്ന സാധനം മൂയ്യാർക്കും പറ്റും, തങ്ങൾക്കും പറ്റും, നാടിനും പറ്റും, ഫോറിൻകാരനും പറ്റും, അതുപോലെ മുതലാളിക്കും പറ്റും, തൊഴിലാളിക്കും പറ്റും, വൈദ്യർക്കും പറ്റും, ഡോക്ടർക്കും പറ്റും. അതുകൊണ്ട് പട്ടിപ്പാലൊന്നും കുടിക്കണ്ട, പശുവും പാലും കുടിച്ചോളീ. കുറ്റം പറയട്ടെ. വളർത്തുന്ന ഒരു രീതിയാണ് പട്ടി. പട്ടി പ്രസവിച്ചു കുട്ടികൾ ഇഷ്ടംപോലെ. പട്ടി കമ്പോളത്തിൽ പൊട്ടിക്കാൻ പാരാണികളോ അറുപതിനോ നേർപ്പെടുത്താതെ പരിപാടിയായി. പക്ഷേ പട്ടിയുടെ പാലിൽ പട്ടിക്കും മറ്റ കുട്ടിക്കും മാത്രം ഇതുപോലെ ആളുകൾ അപ്പുറത്തിരിക്കുന്നതാണ്. കണ്ണുകള് ഇതുപോലെ നിർമ്മത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. ആരെ പറ്റാ ഈ പറഞ്ഞവരെകള്? മഹാനായ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ പ്രവാചകന്റെ പര്യായമായ പണ്ഡിതവരേർന്നർ റഈസുൽ ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പകരം വെക്കാനില്ലാത്ത പണ്ഡിതവരേർന്നർ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ പറ്റിയാണ് പട്ടിപ്പാലി എന്ന് പറഞ്ഞിട്ടുള്ളത്. വല്ലയസ
RSF കാരണം എന്ത് പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന നേതാവായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ആരിവിക്ക് ഒന്ന് ഫോൺ വിളിക്ക് ചോദിക്ക്, ഉസ്താദേ ഈ പറഞ്ഞത് എന്താണ്, അങ്ങനെ പറയാവോ ഒന്ന് ചോദിക്കി കൃത്യം മറുപടി ഒന്ന് വിളിച്ചു പറയേണ്ടി. ആളുകൾ അപ്പോഴുള്ള എന്നാൽ ആ മറ്റൊരു രീതിയാണ് പശു പ്രസവിച്ച് നോക്കുമ്പോൾ ചിത്രങ്ങൾ അതിന് സൗകര്യങ്ങളില്ല. ആകെയാണ് തോന്നിക്കാക്കാൻ ആഗ്രഹമുള്ളൂ. പാലിച്ചിറക്കിയപ്പോൾ അത് ആർക്കെല്ലാവരും സമ്പൂരിക്കുമെന്ന് ആയിരുന്നു. ലോകയോഗം മറ്റും പ്രയോഗിക്കുമെന്ന് അത് തങ്ങൾക്ക് മറ്റും മൊഴിയാനുണ്ട്, അത് ശേഖരം മറ്റും മൊഴിയുന്നുണ്ട്, ഞാൻ കുഴിക്കൾക്ക് മറ്റും ടീച്ചറുണ്ട്. ആർക്കാണ് ആ പശുന്മാരെ വെക്കാതെ ആർക്കെങ്കിലും ചേർന്ന് ഭാരതത്തിലെ ഓരോ കോഴിനാണ് ഇന്ന് മൂലമൊക്കെ കൈകാട്ടിക്കൊണ്ട് പൈസത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനത്തോടെ കണ്ടവരുന്ന അമ്മ കോഴിക്കഴിഞ്ഞ പശുന്മാരെ പോലെ ഈ നാടിലെ എല്ലാ ജനങ്ങൾക്കും പാലായിട്ടും കൈകായിട്ടും ഓരായിട്ടും നല്ലതായിട്ടും ഇപ്പൊ നോളജിക്ക് പൊടിയായിട്ട് കൊടുക്കുക. പൊടിന്റെ കോലൻസാണ് ഞാൻ പറഞ്ഞുതരാം. നോളജ് ഫിറ്റിന്റെ പൊടിന്റെ കാര്യം ഇൻഷാള്ള കൈത്താന്നും പിരിവൊക്കെ പറയാം ഇൻഷാള്ള. അപ്പൊ നമുക്ക് പറയാം. ഏതായിരിക്കട്ടെ, ഞങ്ങള് പശുവിൻപാലാണ് നിങ്ങൾക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, മറ്റൊർക്ക് തോന്നണ്ടേ. അതിന് കറക്കുന്നത് പശുവിൻപാലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് കാര്യമില്ല, അത് കുടിക്കുന്നവർക്കുമാണെന്ന് പശുവിൻപാലാന്ന് തോന്നണം. ഈ രൂപത്തിൽ മാന്യതയുടെ സർവ്വ അതിർവരമ്പുകളും വിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നവർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്താ അവർക്ക് കുഴപ്പം നോക്കുന്ന ആളുകൾ ആലോചിക്കണം. നിങ്ങൾ എത്ര ഗൗരവപരമായ ആരോപണങ്ങളാണ് ഇവർ പറയുന്നത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ കേടുവന്നാൽ മുട്ടകെട്ട മാതിരിയാണ്, നാടന്മാര് കേടുവന്നാൽ ചക്കകെട്ട മാതിരിയാണ്. ഞാൻ പറയില്ല, പേരോട് തന്നെ മര്യാദയ്ക്ക് പറഞ്ഞുതരും. ചക്ക കെട്ടാതെ കെട്ടവാകാൻ ഒഴിവാക്കിയ ബാക്കിയുള്ള ചുള തിന്ന, എന്നാ മുട്ട കെട്ട പൗതി ഒഴിവാക്കാൻ പറ്റിയ മൊത്തം മണയിക്കാരം, മൊത്തം മണക്കും. പേരോട് പറയട്ടെ. കുട്ടികളെ കുറെ ഭാഗം നമുക്ക് മുൻകരുത്ത് അതിൽ നിന്ന് ഉപയോഗത്തിൽ കിട്ടും. പക്ഷെ മുട്ടകെട്ടാൽ അങ്ങനെയല്ല. മുട്ട കെട്ടാൽ പിന്നെ എങ്ങനെയുണ്ടാകുക? മുപ്പരെന്ന് പറയട്ടെ, ആ മുട്ട കെട്ടാൻ എങ്ങനെ ഉണ്ടാവും? അത് ആര് കെട്ട മാതിരിയായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കി. അതിന്റെ നാശം വളരെ അപകടമാണ്. അത് ദൂരെ കൊണ്ടുപോയി മാറ്റേണ്ടി വരും. ഇതുപോലെയാണ് സാധാരണക്കാരും പണ്ഡിതന്മാർ. സാധാരണക്കാർ മോശമായാൽ സകലത്തോടെയാണ്. ആ നല്ല ഭാഗം സാധാരണക്കാരുണ്ടായതുകൊണ്ടാണ് സമസ്തന്റെ പിന്നിൽ ആൾക്കാർ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ 6 വർഷം ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് കൊണ്ടോട്ടിക്കടുത്ത ചെങ്ങാനി എന്ന് പറഞ്ഞ പ്രദേശം. അഥവാ മറുവിഭാഗം ഇപ്പോൾ പ്രസിഡന്റാക്കിയ ഈ സുലൈമാൻ മുസ്ലിയാരുടെ നാട്. മാസങ്ങളോളം പരസ്യം നടന്ന് കൊട്ടിഘോഷിച്ച് വലിയൊരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. പല ഭാഗങ്ങളിൽ നിന്നും വണ്ടി പറഞ്ഞയച്ച് പല സ്ഥാപനങ്ങളിലെ മൂല്യാരുട്ടികളെ കൊണ്ടുവന്നു. അവരുടെ പ്രചാരണത്തിന് മാത്രമുള്ള ജനബാഹുല്യം അവരെ കണ്ടില്ല. അതിന്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അതേ സ്ഥലത്ത് നമ്മളൊരു വിശദീകരണം വെക്കേണ്ടി വന്നു. വെറും 4 ദിവസത്തെ പ്രചരണം കൊണ്ട് ആ പ്രദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണക്കാരായ കാറുകൾ ചിന്തിക്കുന്ന, മഹല്ല് ഭരിക്കുന്ന, മഹല്ലിന്റെ ഭാരവാഹികളായ സാധാരണക്കാരെ പ്രവർത്തകരെ കൊണ്ട് ആ സമ്മേളന നഗരെ നിറഞ്ഞു കവിഞ്ഞത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പറയട്ടെ. ബഹുമാനപ്പെട്ട സാഹിത്യം വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വരട്ടെ. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനും സമസ്തയുടെ സത്യവാഹിനിയിൽ കടന്നു വരാനും പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ പറയട്ടെ. അതിന്റെ നാശം എല്ലാ സ്ഥലത്തും ദുർഗന്ധമൊഴി. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ആ പോലെ കൈപോകരുതെന്ന് ഉസ്താദ് ഞങ്ങളെ ഉപദേശിക്കാറുണ്ടായി. ഉസ്താദ് എത്ര ഉപദേശിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ നന്നാകാത്തത്? അങ്ങനെ ഉസ്താദ് ഉപദേശിക്കലുണ്ട് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഉപദേശിച്ചിട്ട് നിങ്ങൾ നന്നാകുന്നില്ലല്ലോ. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്.
മുട്ട കെട്ടതുപോലെ പണ്ഡിതന്മാർ മോശമാകരുത്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പണ്ഡിതന്മാരെ കൊണ്ട് സമുദായം നശിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറന്നുപോകരുത്. നമ്മൾ പണ്ഡിതന്മാരെ കൊണ്ട് മഹല്ല് രണ്ടെണ്ണമാവുക, അവരെ കൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുക, മദ്രസകൾക്ക് ഇടച്ചുമര വെക്കുന്ന സാഹചര്യമുണ്ടാവുക. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവരുണ്ടാക്കിയ ഫസാദ് ചെറിയൊരു രൂപത്തെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന് മുമ്പ് നടന്ന ഒരു എക്സ്പോ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. വ്യാപകമായ തെറ്റിദ്ധാരണയും വലിയ കലുഷിതമായ സാഹചര്യങ്ങളൊക്കെ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായൊരു സാഹചര്യം എന്തായിരുന്നത്? കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അഗ്വരി എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുമായി ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ വ്യാപകമായി നെറ്റുകളിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് അതിനവർ അവിടെ അടിക്കുറിപ്പ് കൊടുത്തത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇതാ മർക്കസ് സന്ദർശിച്ചിരിക്കുന്നു. മാത്രമല്ല മുനവ്വർ അലി തങ്ങളിതാ AP വിഭാഗത്തിലേക്ക് എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരണം നടത്തി. സുബ്ഹാനല്ലാഹ്. ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. എന്താ കുറച്ചുകൂടെ കേൾക്കുന്നത്? നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു, പ്രചരിപ്പിക്കുന്നത് അവരായതുകൊണ്ടും കൂടെ ഇരിക്കുന്നത് കാന്തപുരത്തിന്റെ മകനായതുകൊണ്ടും 2 വട്ടം നമ്മൾ ആലോചിക്കണം, വസ്തുത മനസ്സിലാക്കണം. അങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോ കാര്യം പിടികിട്ടി. മർക്കസിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു എക്സ്പോ, അതിന്റെ റോഡിന്റെ തൊട്ടുപുറത്ത് സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിൽ ഓത് കടയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ കടയാണ്. ആ കടയുടെ ഉദ്ഘാടനത്തിന്റെ മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുന്നു. തങ്ങൾ വരുന്നു. കട ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. കട ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങളവർ കടയുടെ ഉള്ളിലേക്ക് കയറിയപ്പോ എവിടെ നിന്നോ കാന്തപുരത്തിന്റെ മകനും ഏതാനും ആളുകളും ഫോട്ടോഗ്രാഫറേയുമായി കൊണ്ടുവന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ച് തങ്ങളുടെ മർക്കസ് സന്ദർശിച്ചിരിക്കുന്നു എന്ന് വ്യാജമായ സന്ദേശം നിങ്ങൾ പ്രചരിപ്പിച്ചു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒപ്പിരുന്ന് ഫോട്ടോ എടുക്കാൻ പൂജിണ്ടോ? പൊന്നാര ഹബീബന്മാരെ പാണക്കാട്ടേക്ക് പോയിക്കൊണ്ട് ചൊവ്വാഴ്ച വന്ന A മുതൽ Z വരെയുള്ള കുട്ടികളൊപ്പം നിർത്തുന്നത് ഫോട്ടോ എടുക്കുക. കള്ളത്തരത്തിലുള്ള ഫോട്ടോ എടുക്കേണ്ടതില്ല. ആ പാണക്കാട് സാധാർത്ഥികളുടെ കൊടപ്പനക്ക് തറവാട്ടിലേക്കുള്ള കവാടം രാപ്പകലില്ലാതെ തുറന്നു വെച്ചുവിട്ടുണ്ട്. ആർക്കും അവിടെ ചെല്ലാവുന്നതാണ്. ഇതിന്റെ വസ്തുത അറിയാൻ നമ്മുടെ പ്രവർത്തകന്മാർ ആ കടയുടെ ഉടമയുടെ അടുത്ത് പോകേണ്ടി വന്നു. അയാളോട് ചോദിച്ചു, ഇത് വലിയ വിവാദമായിട്ടുണ്ട്, എന്താ സംഗതി? നിങ്ങളാണ് തങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങളെ കടയിൽ ഇരുന്നിട്ടാണ് കാന്തപുരത്തിന്റെ മകൻ ഫോട്ടോ എടുത്തത്, എന്നാണ് ഇതിന്റെ വസ്തുത നിങ്ങളൊന്ന് പറയണം. അയാളുള്ള സംഗതി അതുപോലെ പറഞ്ഞു. പറയട്ടെ. സെപ്പറേറ്റ് അതിന്റെ വിചാരം ഞങ്ങളോട് ചെയ്യിച്ച് അത് നമ്മൾ ക്ഷമ ചോദിക്കണം. ഞങ്ങൾ വന്നോട്ടെ, ഞങ്ങളത് വാർത്തയിൽ വരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം വേണം. അത് ഞങ്ങൾ ആ വാർത്തയിൽ വരുന്നില്ല. പിന്നെ ഞങ്ങളെ കേരളത്തിന്റെ ശേഷം എവിടുന്ന വന്ന ക്യാമറയായിട്ട് ആളുപോലെ വന്നത് ഞങ്ങൾ അറിയില്ല. കണ്ണുകള് തങ്ങൾ വന്നതിന് ശേഷം ക്യാമറ ആയിട്ട് ഇറ്റങ്ങൾ എവിടുന്നാ നിന്നെന്ന് ഞങ്ങൾക്കറിയില്ല. കടന്റെ ഉടമയായി പറയുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വന്നത് ഞങ്ങളറിയില്ല. ആരും അറിയില്ല. വന്നതോട് ആരുമില്ല. പിന്നെ അടുത്ത് ഏത് മാത്രമേ വന്നത് ഞങ്ങളായി പറഞ്ഞത്. പറ്റില്ലല്ലോ. അവിടെ പോയിട്ടില്ല, മദ്യത്തിന് പോയിട്ടില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞു കൊടുത്തു. 5 മിനിറ്റ്. അത് വീഴാൻ കഴിഞ്ഞ മുമ്പ് സ്വാമികാരി പോകുന്നില്ല. ഇവരെ കത്തിക്കുട്ടി വന്നതാണ്. എന്തിനു വന്നതെന്ന് നമുക്കറിയില്ല. ഇങ്ങക്ക് ഞങ്ങൾക്കറിയും. ഇങ്ങള് ഓലപ്പം കാണുമല്ലോ. ഞങ്ങൾ പണ്ടേ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കടയുടെ ഉടമ പറഞ്ഞ് അയാൾ എന്തിനാ അവിടെ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടി ഗൂഢമായ ശ്രമമാണ്. അല്ലേ? നിസ്കാര കുപ്പായത്തിന്റെ ബാക്കിയാണ് മൊക്കനാണ് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ ബാക്കിയെന്നല്ല മോനും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. എന്നിട്ട് കേട്ടിട്ടില്ല.
എല്ലാം വന്നതല്ല. അതൊക്കെ വന്ന് ഇറങ്ങിയതിന് ശേഷം അവരെല്ലാം നാളെ കയറിയാണ്. പിന്നെ നല്ലൊരു കയറി വരുമ്പോഴാണ് കണ്ണുകളെ മാന്യതകളുകൊണ്ട് തടഞ്ഞില്ല. ഈ രൂപത്തിൽ എവിടെയൊക്കെ ഫിത്നയുണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നാട്ടിൽ ഫിത്നയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ 5 ഘട്ടം മനുഷ്യന് ലോകത്ത് കഴിയാനുണ്ട്. ആലമുൽ അർവാഹ്, ആലമുൽ ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ മഹ്ശർ, അവസാനം ആലമുൽ ജന്ന അവിന്നാർ. ഇതിൽ ആലമുൽ ദുനിയയിലാണ് നമ്മളുള്ളത്. പൊന്നു ഹബീബന്മാരെ, ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ കഴിയാൻ ബാക്കി നിൽക്കുകയാണ്. ഇത് താൽക്കാലികമായ ലോകത്തെ ജീവിതമാണ്. ഈ ലോകത്തെ ജീവിതം തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും മുക്തമായി ശരിയായ വശം സംഘടനയുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ദീനിന്റെ നിയമങ്ങളും മസലകളും വളച്ചൊടിക്കാതെ ശരിയായ നിലക്ക് പറഞ്ഞ് നാടിന്റെ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് പണ്ഡിതന്മാർക്ക് കരണീയമായിട്ടുള്ളത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. മോനെ 4D കാണിക്കുകയും നമ്മൾക്കറിയാലോ സമസ്തയുടെ ജമിയത്തുലമയുടെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടു. ആ മഹിതമായ സംഘടന രൂപീകരിച്ചു. ഞങ്ങളിവിടെ ഇറങ്ങിപ്പോകുന്നു, ഞങ്ങളതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സന്തോഷമായി ഇറങ്ങിപ്പോകുമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അന്നവർ പറഞ്ഞിരുന്ന 2 കാരണങ്ങളിൽ 1 ബിദ്അത്ത് ബന്ധവും 2 രാഷ്ട്രീയ ബന്ധവുമായിരുന്നു. ഇന്ന് ആ ബിദ്അത്ത് ബന്ധവും രാഷ്ട്രീയ ബന്ധവും 10 മടങ്ങ് ശക്തിയോടുകൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. ഏറ്റവും അവസാനമായി കേരളത്തിലുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മാറി മറിഞ്ഞു വരുന്ന കേരളത്തിലെ വലത് ഇടത് ജനാധിപത്യ കക്ഷികളുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുയോജ്യമായി തങ്ങളുടെ ആമാശയ പൂരണത്തിന് അനുയോജ്യമായ രാഷ്ട്രീയപരമായ നിലപാടുകൾ ഈ കാലം വരെ സ്വീകരിച്ചിട്ടുള്ള ഈ കൂട്ടർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് വിജയിച്ച AAPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ കാന്തപുരത്തിന്റെ ഖാദിമായിരുന്നു എന്ന് പ്രസംഗിക്കാൻ മാത്രം കഴിഞ്ഞ അവരുടെ SYS സമ്മേളനം പോലും അവർ ഉപയോഗപ്പെടുത്തിയതിൽ നമ്മൾ ലജ്ജിക്കുന്നു. കാരണം AAP എന്ന് കണ്ടപ്പോൾ AP എന്നിട്ട് കരുതിയേക്കും. അള്ളാഹു ആലം ആണെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. ആരായി കാര്യം പറഞ്ഞിട്ടുള്ളത്? തിരുവരങ്ങാടിൽ മത്സരിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് മഹാന്മാരായ പലരും പ്രവചിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും ചെയ്ത സാക്ഷാൽ ഹുസൈൻ രണ്ടത്താളിയാണ് അവരുടെ കോട്ടക്കൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ തലേ ദിവസം നടന്ന ക്യാമ്പിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിലൊന്നുമല്ല അത്ഭുതമുള്ളത്. കേജ്രിവാൾ ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഖാദിമാണ്. ഖാദിമാണെന്നല്ല, ഏറ്റവും അടുത്ത ഖാദിമാന്ന് പറഞ്ഞാൽ സൂസ് പോലീസ് ചെയ്യണേ, ചായ എടുത്തു കൊടുക്കണേ, വണ്ടിയിൽ സീറ്റിന്റെ വേക്കിരിക്കുന്ന ആളുകളൊക്കെ അല്ലേ ഈ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മഴ നമ്മൾ വെക്കേണ്ടത് അല്ലേ? അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. ആ കേജ്രിവാളിനെ ജയിപ്പിച്ചത് വരെ ഉസ്താദാണെന്ന് പറഞ്ഞു. എന്നാ പോട്ടെ, പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോ കാന്തപുരം പറയണ്ടേ ഹുസൈൻ എന്നെത്താൻ ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ അങ്ങനൊന്നുമല്ലാന്ന്. മൂപ്പരത് പറഞ്ഞില്ലാന്ന് മാത്രമല്ല ആ ജാതീയ മൂപ്പരാണ് പൊന്തും ചെയ്തു. പൊന്തിയിട്ട് എന്ത് പറഞ്ഞു വരുമ്പോൾ ഞാനത് കേൾപ്പിക്കും. അതിന്റെ മുമ്പ് ഈ പ്രഖ്യാപനം കൂടി നടത്തിയപ്പോൾ കേരളത്തിലെ വാർത്താ മീഡിയകൾ ഈ മനുഷ്യനെ ഒരു കരുവാക്കി ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരിക്കാതിരുന്നാൽ അവിടെ ഫുലാനുവിന് ഫുലാൻ കയറിയിരിക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാവൂ, പണ്ഡിതന്മാർ ചെയ്യേണ്ടത് പണ്ഡിതന്മാർ ചെയ്യാവൂ അല്ലേ? ഇപ്പൊ ഈ നാട്ടിൽ പുതിയ പള്ളി ഉണ്ടാക്കിയത്, ആ പള്ളിയിലെ സഖാഫിയായ ഖത്തീബ് ഒരു ദിവസം വൈകുന്നേരം ദിനേശ് വീടും വലിച്ചിട്ട് മടക്കൂത്തും കുത്തി അങ്ങാടി കൂടെ നടന്ന എന്തേക്കാരന്റെ കോലം അത് നാട്ടിൽ ചർച്ചാവും. നേരെ മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ അയമുട്ടിയാക്കാൻ അങ്ങനെ നടന്നാൽ അത് ചർച്ചാവൂല. കാരണം അയമുട്ടിയാക്കാന് മുറുമത്തിനത് പറ്റും, ഈ പറയ സഖാബിനെ മുറുമത്തിനത് പറ്റൂല. ഓരോരുത്തർക്കും ചെയ്യാവുന്നതേ ചെയ്യാവൂ. പണ്ഡിതന്മാർ ദീൻ പറയേണ്ടവരാണ്, അവർ ഫിഖ് പറയേണ്ടവരാണ്, സമുദായത്തിന് സംശയമുള്ള കാര്യങ്ങൾ ദൂരീകരിക്കേണ്ടവരാണ്, മസാല പഠിപ്പിക്കേണ്ടവരാണ്, ദീനിന്റെ ഹുക്മുകൾ പഠിപ്പിക്കേണ്ടവരാണ്. അതിനാണ് സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമ അതിനാണ് രൂപീകരിച്ചിട്ടുള്ളത്.
അതിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് മാറുക വഴി ദൂരവ്യാപകമായ അധപ്പതനത്തിലേക്കാണ് നിങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. അത് ചാനലുകാർ മനസ്സിലാക്കി ഇങ്ങനത്തെ ഡോക്യുമെന്ററി ഇറക്കി. കേൾപ്പിക്കാൻ നമുക്ക് മടിയുണ്ട്, പക്ഷെ കേൾപ്പിക്കാതിരിക്കാൻ പറ്റൂല. കാരണം കണ്വത്തുസ്താവും സംസർമ്മക്കും ആദർശം പോയത് കൊണ്ട് ഇറങ്ങിപ്പോകുന്നു ഇതിലെ. അതൊന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. വരട്ടെ. ഉത്തരവിനെ കുറിച്ച് മലയാളികൾക്ക് പറയില്ല. കാരണം സാന്തപുരം ഒരു മഹാപ്രസ്ഥാനമാണ്. സാന്തപുരം തുണികളെ അടിവാസിനികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതല്ലാതെ അത് സ്ഥിതി അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലെത്തിയ സാന്തപുരത്തിന് യാതൊരു എവിടെ കിടക്കുന്നു. പക്ഷേ പൊന്നാനി നടപടിയില്ല. ഹുസൈൻ എന്നതാണ് ആം ആദ്മിയെ ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ഉത്സാഹന്റെ രേഖകൾ പുറത്തുവിട്ടത്. രണ്ടാം തോന്നുന്നു സാന്തപുരത്തെ നിങ്ങൾക്ക് അറിയാം. ആ മനുഷ്യൻ മഹാനായ മനുഷ്യന്റെ വാണിജ്യങ്ങളെ ഇത്രയധികം ഈ ലോകത്ത് ജോർജ് കുറിച്ച് പറയാറുണ്ട്, അബ്രാഹിമിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുകൊണ്ട് അറിയാതെ പോവുകയാണ്. നോക്കിയാൽ നിങ്ങൾ പണ്ടേനെ കൊണ്ട് നാട്ടുകാർ കാട്ടു നോക്കിയാണ് നിങ്ങൾ എന്തിനെ മാണ്ടാത്ത പണിക്കണം. അവനാ നിൽക്കുന്നോട്ട് നിന്നാ പോരെ, അവനാ നിൽക്കുന്നോട്ട് നിന്നാ പോരെ. രാഷ്ട്രീയക്കാരുടെ പോലെ തരം താഴെ പണിക്ക് നമ്മൾ നിൽക്കാവോ? അവനവൻ നിൽക്കേണ്ടടുത്ത് അവനവൻ നിൽക്കാൻ പാടുള്ളൂ. അവനവൻ നിൽക്കുന്നിടത്ത് നിൽക്കാൻ ഇല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകും. അതിനൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ അവർക്ക് വലിയ ത്യാഗം സഹിച്ചില്ലെന്നാണ് പറയാറുണ്ട്. പക്ഷെ നമുക്ക് കാര്യത്തിന് മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ സാമൂഹിക സേവനത്തിന് വേണ്ടി, ചരിത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ സീറ്റിൽ വരെ ദേശീയ ഉത്സവം ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല അള്ളാഹുവായ ഇത് നമ്മളുണ്ടാക്കിയതല്ലോ. മീഡിയ വൺ ചാനലുകാർ ഇറക്കിയ ഡോക്യുമെന്ററിയാണിത്. നമ്മളാരുണ്ടാക്കിയത് കരുതണ്ട. ഞമ്മക്ക് നിനക്ക് സങ്കടമുണ്ട്, പക്ഷെ കാണിക്കണം എന്തിനാണ് നിങ്ങള് മര്യാദയ്ക്ക് അവനാ നിൽക്കാത്തോട് നിൽക്കുമ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അതില് അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം കേന്ദ്രസ്ഥാനത്തെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു മാധ്യമമാണ് എന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും നോക്കത്തിൽ വരില്ല. നിങ്ങൾ മൂക്കത്തന്നെ വരില്ല. ഞങ്ങൾ നിരന്തരം കയ്യച്ചു പോയിട്ടുണ്ട്. നിങ്ങളെ വർത്താനം കഴിഞ്ഞാൽ നിരന്തരം കയ്യച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ മൂക്കത്തെ വിരലല്ലേ വെച്ചിട്ടുള്ളൂ. കാരണം അജാതി മോനല്ലേ പറയുന്നത്. ഏതായിരിക്കട്ടെ, കോട്ടക്കലിൽ വെച്ച് എ.പി. ഉസ്താദാണ് കേജ്രിവാളിനെ ജയിപ്പിച്ചതെന്ന് ഹുസൈൻ എണ്ണത്താണ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് തുടങ്ങി ഡൽഹിയിൽ ചൂലുകൊണ്ട് തല്ല്, പെരുന്തല്ല്. ചൂല് വന്ന് പെരുന്തല്ല് ഓരോരുത്തരും ഓരോ ഈർക്കിൽ വന്ന് പോയിട്ട് ഇന്നുവരെ കൂട്ടിക്കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളെല്ലാം അറിയാത്തത്. ഞങ്ങൾ നല്ലോണം അറിഞ്ഞത് കൊണ്ടാണ് സമുദായത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. ഏതായിരിക്കട്ടെ, ഹുസൈൻ അന്നത്താനയുടെ പ്രസംഗത്തിൽ മൂപ്പരങ്ങോട്ട് കയറി പിറ്റേന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മൂപ്പര പ്രഖ്യാപിക്കാണ് ഞങ്ങളെ പരിഗണിച്ചോടിച്ചു, അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ ഞങ്ങൾ അങ്ങോട്ടാക്കും, ഞങ്ങൾ ഇങ്ങോട്ടാക്കും. പറയട്ടെ, അധികാരത്തിലെത്താമെങ്കിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്യാമല്ലോ. കാപ്പുറത്തെ പോലുള്ള പള്ളികളുടെ വാക്കുകൾ കേട്ട് ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സൂക്ഷിക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന വാക്കും ഞങ്ങളുടെ തന്ത്രവും ഇവിടുത്തെ ഭരണാധികാരികൾ കണക്കിലെടുക്കുക തന്നെ വേണം. കണക്കെത്രയാണ് കൂട്ടികൾക്ക് എല്ലാവർക്കും തിരിഞ്ഞോരോ? കണക്കെല്ലാവർക്കും തിരിഞ്ഞു. നിങ്ങളെ കൂടെ കൂട്ടിയാൽ ആടിന്റെ കഴുത്തിലെ മുലയിൽ നിന്ന് പാല് പ്രതീക്ഷിക്കും പോലെയാണ് നിങ്ങളെ കൂടെ കൂട്ടിയാലെന്ന് കേരള രാഷ്ട്രീയത്തിന് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സുമായിട്ട് ആടിന്റെ കഴുത്തിലെ മുലയെന്നാണ് കാരണം കഴിച്ചാണ്ട് കടിയിൽ നിന്നല്ലാതെ ഒരു തുള്ളി പാലിട്ടൂല. ഇത് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഞാൻ ആ വിഷയത്തിലേക്ക് ഇറക്കുന്നില്ല. ഇന്ന് വർത്തമാന കേരളത്തിൽ ചർച്ചയായിട്ടുള്ള മറ്റൊരു വിഷയം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാട് വ്യാപകമായി ഒരു കണക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദഅവത്തിനൊരു കൈത്താങ്ങ്.
ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ സമുദായത്തെ സമുദ്ധരിക്കാനും അതിനൂതനമായ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശിഷ്യ സമസ്തയുടെ ആശയാദർശങ്ങൾ സമുദായ സമക്ഷം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി സമസ്തയുടെ ആഹ്വാനം വന്നു. ആഹ്വാനം വന്നപ്പോ പലരും വിറളി പിടിച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തി. ഞങ്ങൾക്കെതിരെ കേസെടുക്കാനാണ്, നോളജ് സിറ്റിക്കെതിരെ കേസെടുക്കാനാണ്. എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പേടി എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, 90 വയസ്സ് തികയാൻ പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90 വർഷക്കാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പിരിവിനാഹ്വാനം ചെയ്യുന്നത്. മറിച്ചു പറ, വിദ്യാഭ്യാസ ബോർഡ് പിരിച്ചിട്ടുണ്ട്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പിരിച്ചിട്ടുണ്ട്, SYS പിരിച്ചിട്ടുണ്ട്, SKSS പിരിച്ചിട്ടുണ്ട്, SDV പിരിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭ 90 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ഒരു പിരിവിന് ആഹ്വാനം ചെയ്യുന്നത്. തിരുവത്രയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തത് എന്തുണ്ടായ അറിവുകൾ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാർ മറുഭാഗം നടത്തിയ പിരിവിന്റെ 100 കണക്കിന് കെട്ടിമറിഞ്ഞ നൂലാമാലയുടെ കണക്കുകളും പിരിച്ച കണക്കും, എന്തിനാണ് പിരിച്ചത് അതുവരെ നടക്കാത്ത കണക്കും, കോടിക്കണക്കിന് രൂപയുടെ തിരിമറികളും കോടതിയിൽ ഹാജരാക്കുകയും തിരിച്ച് 90 വയസ്സ് തികയാൻ പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഒരു പിരിവല്ലാതെ രണ്ടാമത്തൊരു പിരിവ് നടത്തിയത് തെളിയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ കോടതി പോലും അന്തം വിട്ടുപോയി. എന്നിട്ട് ഇവിടെ പ്രഭാഷകന്റെ സിദ്ദീഖ് സഖാഫി അരിയൂരി ഇയാളുകളെ വരിമല്ലിച്ച പാമ്പിനായിട്ട് പറയാണ്, നിങ്ങൾ ഈ പിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ കേസെടുക്കാനാണ്, 25 ലക്ഷങ്ങൾ നോളജ് സിറ്റി നിർത്താൻ വേണ്ടി കേസെടുത്തില്ലേ? അയാളത് പറയട്ടെ, നടിച്ചെന്ന് പറയാണ്ട്. ഒരുതരം പട്ടി കമ്പനി നിങ്ങൾക്കറിയുമോ? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൻ ഉപരിപഠനത്തിന് അവസരം നൽകുന്ന ഇതിന്റെ വീഴ്ചാടകത്തിലുള്ള ഈ നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തൽ ചെയ്യുവാൻ കേൾക്കുന്നിട്ട് അവസ്ഥയിൽ ഓടിച്ച 25 ലക്ഷത്തിന് ആളുകൾക്ക് പറയും, 25 ലക്ഷത്തിന് ആളുകൾക്ക് പറയും. നോളജ് സിറ്റി നിർത്തലാക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 25 ലക്ഷം രൂപ കൊടുത്തില്ലല്ലേ സിദ്ദീഖ് സഖാഫി നിങ്ങൾ പറയുന്നത്? അങ്ങനെ നിങ്ങൾ തെളിയിച്ചാൽ നോളജ് സിറ്റി നിർത്തൽ ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 25 ലക്ഷം കൊടുക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ ഈ വാദം നിങ്ങൾ തെളിയിച്ചാൽ ആ തെളിയിക്കുന്ന നിമിഷം SSFന്റെ കൊടി പിടിക്കാൻ കുഴിമൺ അലവിനാരിന് തയ്യാറാണ് എന്ന് 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുകയാണ്. തോന്നിയാസം പറയാൻ പാടില്ല. എന്തിനാ ചങ്ങായിമാരെ നോളജ് സിറ്റി നിർത്തലാക്കുന്നത്? അതുണ്ടാവില്ല, നിങ്ങളെ ആടാവെന്നെ പറഞ്ഞില്ലേ? നോളജ് സിറ്റി സ്വപ്ന പദ്ധതിയാണ്. സ്വപ്നത്തിലുള്ള പദ്ധതി നിർത്താൻ ചങ്ങായി 25 ലക്ഷം കൊടുക്കണം. പൊട്ടന്മാരെ വർത്താനം പറയണം. സ്വപ്നത്തിലുള്ള പദ്ധതി നിർത്താൻ എന്തിനാ 25 ലക്ഷം കൊടുക്കുന്നത്? പറ. 25 ലക്ഷം ഉറപ്പിക പോയി 25 നയാ പൈസ ആ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെലവാക്കിയത് തെളിയിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ആ നിമിഷം ഈ പണിയാണ് നിർത്തിയോകും. തോന്നിയ സമയം പാടില്ല. ഇതാരെങ്കിലും ഒന്നെങ്കിലും കുറിപ്പാത്ത് എഴുതി തരുന്നത് അതുകൊണ്ട് ഇങ്ങനെ പാടാൻ പാടില്ല. ആലോചിക്കുക, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കാനാണ്, അങ്ങത്താക്കാനാണ്. ഇയാളുടെ കേസിൽ ബിരുദാനന്തര ബിരുദം നേടിയവരാരാണെന്ന് മൂക്ക് ഈ പെട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളുടെ നോളജ് സിറ്റിക്കും ഷാരെ മുബാറക്കിനെതിരെ ഒരു കേസിനും പോയിട്ടില്ല. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കേസെടുക്കാൻ സ്റ്റേ വാങ്ങാൻ ആളുണ്ടാവുന്നത് എന്തിനാ ഞങ്ങളെ കൂട്ടത്തിൽ പോകണം? അതൊന്നും ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ തല്ല് തുടങ്ങിയേ മറ്റുള്ളവരുടെ വിഷയങ്ങളെ കൊണ്ട് ഇപ്പം ഞാൻ കടക്കണില്ല. നിങ്ങളെ പിരിവിന്റെ കോല ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കാന്തപുരം 2 ആഴ്ച മുമ്പ് ഒരു പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. ഏതാനും ഒരു ആഴ്ചകൾക്കുള്ളിൽ ഈ നാട്ടിൽ ബോർഡ് പ്രത്യക്ഷപ്പെടും. വരാൻ പോണ കാര്യം ഞാൻ മുൻകൂട്ടി പറച്ച് ഇൽഹാമുണ്ടായിട്ടൊന്നുമല്ല, നമ്മളെന്ന കാര്യപ്പെട്ട ആളെന്നൊക്കെ മനസ്സിലാക്കി കളി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ നാട്ടിൽ ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെടും. കന്നുകാലികൾക്കൊരു ഉത്തമ കേന്ദ്രം. ലഫ്ലിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ആശയത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. ലഫ്ലിന് വ്യത്യാസം ഉണ്ടായിക്കൊള്ളുക. പശുക്കൾക്കൊരു ഉത്തമ കേന്ദ്രമെന്നോ കന്നുകാലികൾക്കൊരു ഉത്തമ കേന്ദ്രമെന്നോ പേരിൽ ഒരു ഫ്ലക്സ് രൂപപ്പെടാവുന്നതാണ്. പിരിവ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് അതൊക്കെ ഉസ്താദെന്ന് പറഞ്ഞു തരും മട്ടം പോലെ. ഒരു സ്ഥലത്ത് പുഴയോരത്ത് 20
ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 20 ഏക്കർ സ്ഥലം. എന്തിനാണ് ഞങ്ങള്? പോത്ത് വളർത്താൻ, പശുവിനെ വളർത്താൻ. സക്കാഫിയാളിപ്പോ കുറെ പണിയില്ലാതെ വഴി നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പണിയാണോ? അപ്പൊ പശുവിനെ വളർത്താൻ, ആ പശുവിന് തിന്ന പുല്ലുണ്ടാക്കാൻ, ആടുണ്ടാക്കാൻ, വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കാന് 20 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന് 4 റുപ്യ കടമുണ്ട്. ഒക്കെ ഉസ്താദിനെ പറയും 4 റുപ്യ കടമുണ്ട്. അതിന്റെ പേര് മസ്റഅ ട്രസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ഒരു പോത്തിന്റെ, ഒരു പശുവിന്റെ വില 65,000 ആയിരുന്നു ആദ്യം. ഇപ്പോൾ അത് 80,000 ഒരു പശുവിന്റെ വില. അവിടെ ഒരു സ്ഥലത്തിന് 50,000 രൂപയാണ്. ഈ പ്രൊജക്ട് മർക്കസിൽ പ്രഖ്യാപിച്ചു. ഇഷ്ടംപോലെ ആളുകൾ സദസ്സിലുണ്ട്. ഈ സദസ്സിന് അവിടെ വളർത്താനുള്ള പശുവിനെ കിട്ടണം. ആ പശുവിനെ തിന്നാളെ പുല്ലുണ്ടാക്കാനുള്ള വരുമാനം ഈ സദസ്സിന് കിട്ടണം. 20 ഏക്കർ 1 സെന്റും 2 സെന്റുമായി ഓരോരുത്തർ ഏറ്റെടുക്കണം എന്ന് പ്രഖ്യാപിച്ച് ഇയാൾ പഠിച്ച പണി 18 മാറ്റിയിട്ട് വെറും 2 ആളുകൾ മാത്രമാണ് 2 സെന്റ് സ്ഥലം ഓഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതാനും ആളുകൾ പശുക്കൾ ഓഫർ ചെയ്തതായിട്ടാണ് വായിക്കുകയും ചെയ്തു. അതല്ലാതെ മറ്റാരും ഈ പിരിവേറ്റെടുത്തിട്ടില്ല. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം താഴെ തട്ടിൽ നിന്ന് പലരും ഇടനിലക്കാരായ നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞത്, ആ പരിപാടിന് ഞങ്ങളടുത്തേക്ക് വരാൻ പറ്റില്ല, ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞേക്കേണ്ടി. അവിടെ എപ്പോൾ ഉള്ളത് ആ പ്രൊജക്ടും ആ പദ്ധതിയും ഉസ്താദ് എന്ന് പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ കേട്ടു ഒരു പ്രത്യേക കൃഷി സമുദായം ഇനിയിപ്പോ കൃഷിക്ക് പോകും മൂപ്പര്. ആയിക്കോട്ടെ പോട്ടെയുണ്ട്. ഒരുപാട് ഏക്കർ സ്ഥലം വേണം. അതിന് വിലക്ക് വാങ്ങി അവർ കുറെ കാലം 4-5 കാലം ഭൂമി വാങ്ങി. 4 കോടിയോളം രൂപ ഭൂമി വാങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ആ കടമുള്ളവരെ കാത്തുനിന്നാണ് നമുക്ക് വളരെ അല്പം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, സർക്കാരോടൊക്കെ പറഞ്ഞിട്ട് കൊല്ലോടുണ്ടല്ലേ, ഞങ്ങൾക്ക് എല്ലാവരും സമ്മർദ്ദം. അങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവരെ ഒരു ഭാഗത്ത് പശുക്കൾക്ക് പുല്ല് വളർത്തുന്ന സ്ഥലം, മറ്റൊരു സ്ഥലത്ത് പശുക്കളെ വളർത്തുന്ന സ്ഥലം, മറ്റൊരു സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലവും ഒരു കേൾക്കുന്നതാണ്. കാരണം നാട്ടില് പള്ളിയിലും മദ്രസ മുഴുവൻ സമസ്തന്നത്. അവിടെ ജോലി ചെയ്യുന്നവർ മുഴുവനും സമസ്തക്കാര്. ഈ അരങ്ങാനേക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടേ. മഹലിൽ മദ്രസയും പള്ളി ഉണ്ടാക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നപ്പോൾ 1-30 മതിയായി. കുത്തിത്തിരിപ്പുണ്ടാക്കി കുറെ നോക്കും. നാട്ടിൽ എവിടെങ്കിലൊക്കെ ഫസാദ് കൊണ്ട് തിരിഞ്ഞെങ്കിലും 1-2 വക്കാഫിയൊക്കെ അവിടെ പണിക്കും. ബാക്കിയുള്ളവർക്ക് പണി കിട്ടാൻ പിന്നെ പോത്തച്ചോടുന്നവരെല്ലാം എന്താ ചെയ്യണു? അല്ല എന്താ ചെയ്യണു? മറ്റൊരു സ്ഥലത്ത് പച്ചക്കറികളുടെ സ്ഥലം ഈ വർഷം തന്നെ അല്ല, ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ പുറത്തുകളുണ്ടാക്കി, കുട്ടികളുണ്ടാക്കി വിഷമില്ലാതെ. പണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ കൊല്ലിയോടുകൂടി കഴിക്കണം, അതിനാണ് വിചാരിച്ചുള്ളതായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ അല്ലാതെ ആപ്പിളിനെ തൊലി വെക്കാൻ പാടില്ല. എന്താ കാരണം? വിഷമിനെ അടിച്ചിട്ട് കലക്കി അതിന് പുറമെ ആ വിഷം അതിന്റെ പുള്ളി പോകാൻ വേണ്ടി മെഴുകുന്നതിന് പറ്റില്ല. വലിയ സങ്കടന്റെ മൂപ്പര് കയ്യിലൊക്കെ. ആയിക്കോട്ടെ പോട്ടെയുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല, ഓർമ്മ കഴിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സാധനം പച്ചക്കറികൾ വിശ്വസിച്ച് കഴിക്കാൻ കഴിയുന്നില്ല. ചീരയുടെ വില ചുരുട്ടി കിടക്കുന്നതുകൊണ്ട് അവരെടുക്കുന്ന വിഷം എത്ര കഴിക്കാൻ പോകുന്നില്ല. നാട്ടിൽ കുഴപ്പമുണ്ടായിരുന്നു മൂപ്പർക്ക് വിഷമില്ല. ചീരന്റെ ഇര ചുരുണ്ടേരാ വലിയ സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മഹലിൽ 2 വിഷമില്ല, പള്ളി പൂട്ടിക്കിടക്കുന്നതിന് വിഷമില്ല, മനുഷ്യന്മാരെ നോമ്പും വരുന്നാണ് പിത്തനാകുന്നതിന് വിഷമില്ല. പക്ഷേ ചീരന്റെ ഇല ചുരുണ്ടൽ വലിയ സങ്കടം അല്ലേ?
നാട്ടുകാരെ വിഷമുള്ള പച്ചക്കറി തിന്നുന്നതിന് അതിലേറെ സങ്കടം, പോത്തൊക്കെ നിന്ന് പുല്ലില്ലാത്തതിന് അതിലേറെ വിഷമം. ഇതിലൊന്നും ഒരു വിഷമവുമില്ല. ഞങ്ങൾ ഇതിനപ്പുറമൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് 10,000-ഓ 25,000-ഓ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഈ ചീരകളും പച്ചക്കറി സാധനങ്ങളും പാലും എല്ലാം ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കേണ്ടതാണ്. ഇന്നലെ നമ്മുടെ ചോക്ലേറ്റ് അസാദി ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് വന്നപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് 10 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു. സാധനയ്ക്ക് നമ്മളെന്താ താമസിച്ചു പോയി. അതേ വെച്ച് അങ്ങനെ എന്നെക്കൊണ്ട് ഏതാ ചെയ്യേണ്ടത് വെച്ചു ഞാൻ പറഞ്ഞു, ഒരു പശുവിനെ അങ്ങനത്തെ പശുവാണ്. അദ്ദേഹം തന്നെ 3 പശു വാപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാര്യം അതും സാധിക്കുന്നു. അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ, അള്ളാഹുവിനെ കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ താഴെപ്പുറ വലിയിട്ട് നോക്കിയാൽ 2 പശുവിന് 2 ആളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. സമാധാനം. ഏതായാലും നാട്ടുകാർ നല്ലോണം കാത്തോളി, ആരൊക്കെ നല്ല പൂട്ടിട്ടോളി. ഉള്ള പൈക്കൊന്നും മുഴുവൻ നമ്മളെ കൂട്ടുന്നു പോകും. കാരണം 65,000-80,000 വിലയുള്ള പശുവിനെ ഇനി സക്കാത്തിൽ തെരഞ്ഞു നടക്കാൻ പോവാൻ. കുറച്ചുമുമ്പ് തേങ്ങക്കും വേണ്ടിയിട്ട് അറബി വണ്ടിയൊക്കെ നടന്നിന് കുറച്ചു നേരം. അതിന്റെ മുമ്പ് പച്ചക്കറി, തേങ്ങ, ചേമ്പ്, കാവത്ത് കിട്ടാൻ വേണ്ടി നടന്നു. ഇനി പോത്തും പശും എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഇനി സക്കാത്തുകൾ നടക്കാൻ പോണത്. എന്നിട്ട് ഓരോ പ്രാവശ്യം വാർത്തത്തിലോ അവർക്ക് മറ്റൊന്നുണ്ട്. അവരുടെ എല്ലാ കുടുംബവും ആയിരം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോ ഒരു വലിയ സഭായായിട്ട് അപ്പൊ ഈ ശാസ്ത്രങ്ങളൊക്കെ ഇപ്പൊ സംഭവമായിട്ട് വന്നവരെല്ലാം റെസീറ്റൊക്കെ ഞാൻ പിന്നെടുക്കും. പോത്തിന്റെ റെസീറ്റും പശുവിന്റെ റെസീറ്റും പുല്ലിന്റെ റെസീറ്റും ആ റെസീറ്റുമായി അടുത്ത ഭാവിയിൽ നമ്മുടെ നാട്ടിൽ പിരിവ് നടക്കുന്നതാണ്. പറയട്ടെ, അദ്ദേഹത്തിന് കയ്യിലുള്ള കാര്യം ആരും സാധിക്കുന്നു. വന്നവരല്ലാതെ അറിയാം. എന്നാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഭൂമിയുടെ ഒരു 5 സെന്റിന്റെ കാശോ അല്ലെങ്കിൽ 10 സെന്റിന്റെ കാശോ നിങ്ങൾ എന്നാലും നല്ലത് തന്നെയാണ്. ഒരു സെന്റിന് ആദ്യം പറഞ്ഞു 4 കോടിക്ക് സ്ഥലം വാങ്ങിയാണ്. ഇപ്പൊ ചോദിച്ചാൽ എത്ര വില മൂപ്പർക്കെന്നെ അറിയില്ല. അതിന് വാങ്ങിയ ഏത് വില വെച്ചിട്ട് അതിനെ വാങ്ങിയത് ആയിക്കോട്ടെ. ₹50,000 ഒരു സെന്റിന് ഭൂമിക്ക് ₹50,000 വലിയ അതായ അവരൊക്കെ എത്രയോ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു സെന്റോ 2 സെന്റോ ഭൂമികൾ നിങ്ങൾക്ക് ഇതിലേക്ക് വാങ്ങുന്നത് ചെയ്യാം. പശുവിന് 65 പറയുന്നത് 65 നേരത്തെ 80 ഏതായാലും തുമ്പിക്കാറ്റ് കൊണ്ടേ വശമായിരിക്കും. ഏതായാലും ഇരിക്കട്ടെ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ പിരിച്ചതിൽ ആ തുമ്പ വലാവാല അതവിടെ കിടക്കുകയാണ്. അതിന്റെ പുറമേണ് പോത്തിന്റെയും പശുവിന്റെയും പുല്ലിന്റെയും പച്ചക്കറിന്റെ പിരിവ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നയാ പൈസക്ക് പോലും പടച്ചവരോട് മറുപടി പറയണമെന്ന് സമുദായത്തെ പഠിപ്പിച്ച പണ്ഡിതന്മാർ, മാതൃകായോഗ്യരാകേണ്ട പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ താഴെ തട്ടിൽ നിന്ന് ഈ വിഷയത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ നടന്നുകൊണ്ടിരിക്കുന്നു, മേൽത്തട്ടിലേക്ക് വിളി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. മലപ്പുറം ജില്ലയിലെ 2 നിങ്ങളെ സമ്മേളനത്തിന് നിങ്ങൾ വ്യാജ അറബിയാളെ കൊടുന്നില്ലേ, പിടിച്ചില്ലാത്തവര് അതിലും നീങ്ങണ്ടതൊക്കെ ഇതൊക്കെ പറയാർക്ക് നേരം പൊറുക്കോളും പറയാണ്ട്. പുളിക്കലും അതുപോലെ വാവൂരിലും നടന്ന നിങ്ങളുടെ 2 സമ്മേളനങ്ങളിൽ അറബിയെ കൊണ്ടുവന്നു കാന്തപുരം.
അങ്ങനെ ഒരു വേദിയിൽ ഒരു അറബിയെ കൊണ്ടുവന്നു. നല്ല നീളക്കുപ്പായും വട്ടക്കെട്ടുമൊക്കെ കെട്ടിയിട്ട് അറബി വേദിയിൽ വന്നു. അപ്പൊ വേദിയിൽ പ്രസംഗിക്കാണ്ട് ഒരാളുണ്ട്, ഹുസൈൻ ഫൈസി എന്ന് പറഞ്ഞൊരാള്. അയാൾ ഈ അറബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയത് പരിചയമുള്ള ഒരു അറബിയാണല്ലോ. സ്റ്റേജ് കയറിയതിനേക്ക് ഒരു രണ്ടാളും കൈ കൊടുത്ത് ഷെയ്ക്കാനും കൊടുത്ത് കുലുക്കിയിട്ട് ഹുസൈൻ ഫൈസി ചോദിച്ചു, ഇജ്ജ് കല്ലാമൂല അയമുട്ടല്ലേ? ആലോചിച്ച് നോക്കി. നിലമ്പൂരിനടുത്ത ചോക്കാടിന്റെ സമീപത്തുള്ള കല്ലാമൂല എന്ന പ്രദേശത്ത് അയമുട്ടി എന്ന ഇവരുടെ ഒരു പ്രവർത്തകന് അറബിയായി വ്യാജമായി കോലം കെട്ടി കൊണ്ടുവന്നത് സമുദായം പിടിച്ചില്ലേ? ആരാ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സഖാഫിയാളാ പറയുന്നത്. കാരണം വരുന്ന അറബി ബെറിയിലാറിന് അതിന് കിട്ടുന്ന അറബിയൊക്കെ എല്ലാം എന്താ പറയട്ടെ. അത് പിന്നെ പറയുന്നില്ല. അടുത്ത് എന്താ സ്വയം സംസാരിക്കാൻ കൂടെ തലക്കോട് വരെ തലക്കോട്ട് വൃത്തി പോയി. സമ്മേളനം നടക്കുമ്പോൾ കാതുപുരം അതാണ് അദ്ദേഹത്തോട് കൂടെ വലിയൊരു അറബിയെ കൊണ്ടുവരുന്നു. കാതുപുരവും അറബിയും തേടിലെത്തി ഉസൈൻ വൈദ്യാണ് സംസാരിക്കാൻ കൂടെ. അതിന് ഉസൈൻ വൈദ്യ അറബിയെ കണ്ടുകൊടുത്തതിൽ തന്നെ ഉസൈൻ വൈദ്യ എത്തിപ്പോയി. അടുത്തവരെ കല്ലാമൂർ അഴകുടിക്കാണത്. അഴകുടിയോട് ഉസൈൻ വൈദ്യ ചോദിച്ചു, അല്ല സഹോദരൻ എന്താണ് നീ കാണിക്കുന്നത്? അഴകുടി പറഞ്ഞു, എന്നെ ആരാണ് നീയല്ലാതെ ഞാൻ മുമ്പത്തെ പോലും എന്റെ പല്ലൊക്കെ മാറ്റി വെക്കുന്നത് ഇനി ആരും അറിയുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് അറബിയാണെന്ന് ദാസപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കാലപ്പണികളും അതുപോലെ ആത്മാറാട്ട കഴിവുകൾ നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസവുമില്ല. സമ്മേളനത്തിലും കല്ലാമൂല ഏതായിരിക്കട്ടെ ആശയങ്ങളും ആദർശങ്ങളും മാറി അതിന്റെ പിന്നാലെ പിന്നെ ഉണ്ടായിരുന്ന മാന്യത അതും മാറി. ഇങ്ങനെ സമുദായത്തിന് മുമ്പിൽ കോഴിക്കോടും മലപ്പുറത്തും കല്ലിയത്തുസ്താദ് പ്രാർത്ഥിച്ചതുപോലെ മുഖം കെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ മുജാഹിദിന്റെ നേതാക്കന്മാരും പ്രഭാഷകന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ അവർ ധൈര്യസമേതം എന്തോ ഒരു ഊർജം തങ്ങൾക്ക് കിട്ടിയതുപോലെ ധൈര്യസമേതം പൊന്മളക്കെതിരെയും പേരറബിരമാ സഖാഫിക്കെതിരെയും ശക്തമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പൊന്മള മുജാഹിദിലേക്ക് വരും എന്നാണ് മുജാഹിദിന്റെ നേതാക്കന്മാരുടെ അഭിപ്രായം. അങ്ങനെയാണ്. അല്ലാഹുവാണ് എന്താണോ അവർക്ക് അതിൽ കിട്ടിയ തെളിവ് എന്നറിയില്ല. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പൊന്മളയും പേരോട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകുമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഹനീഫ് കായക്കൊടി അടുത്ത ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. സമയച്ചുരുക്കം കൊണ്ട് കൂടുതൽ പറയുന്നില്ല, പറയട്ടെ. സൗണ്ട് കാരണം എന്താ പറയൂ, പേരോടും ബ്രഹ്മയൊക്കെ എങ്ങനെയാണ് മുജാഹിദാകാൻ ആലോചിച്ച് നിൽക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം നിരന്തരമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. പേരോടും ബ്രഹ്മയുമൊക്കെ കണ്ടവര് മറുപടി പറയാ. പേരോടും പൊന്മളയും മുജാഹിദിന്റെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിത് തുറന്നു പറയാൻ അവരുടെ പക്കൽ തെളിവുകളുണ്ട്. എന്താ ഞങ്ങള് പറയട്ടെ. എസ്ഐഎഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പേരുള്ള. ആ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പേരുള്ളത്. പൊന്മളയുടെ ഭാഗം എന്താണ്? പൊന്മളയുടെ ഭാഗം നബിക്കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചനത്തിൽ നിന്ന് ക്രിയാമത്തമാണെന്ന് അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രം. സുന്നികളായിരുന്ന ആളുകളുണ്ടാകുമല്ലോ എന്ന പ്രസംഗം കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ സുന്നികളായി ജീവിക്കുന്നവരുണ്ടാകുമല്ലോ
എന്നാൽ മുടിയിനാളം വന്നപ്പോ പെണ്ണുകൾ പറഞ്ഞു ദൈവത്തിന്റെ മൊഴിതെത്തി ഖിയാമത്തിനാളുകൾ അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ്. അതോടുകൂടി ഇസ്തിഹാസ പറഞ്ഞോ. പിന്നെ ഏത് ഇസ്തിഹാസത്തെ ഈ 7 മൊഴിതെത്തുകൊണ്ടാൽ ഇസ്തിഹാസം നടത്തുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ മൊഴിതെത്തുകളും അവസാനിച്ചു എന്ന് പൊന്നു പറയുന്നു. അത് ഏതായിരിക്കട്ടെ, ഇസ്തിഹാസ പോടിയില്ല എന്നുള്ളത് വേറെ വിഷയം. ഈ രൂപത്തിൽ ജനമധ്യത്തിൽ പിടിച്ചിരുത്തി പരസ്യമായി മുജാഹിദിന്റെ നേതാക്കന്മാർ ഇവരെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മുഖമില്ലാതെ മുഖാമുഖങ്ങൾ നടത്തി, തിരിയാനും മറിയാനും സ്ഥലമില്ലാതെ മങ്ങനങ്ങൾ നടത്തിയ ഒരാളെ ഇനിയിപ്പോൾ കാണാനില്ല. എന്തേ കാണാനില്ലാത്തത്? തങ്ങൾ പറയുന്നതും തങ്ങൾ പ്രവർത്തിക്കുന്നതും എന്താണ് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അഭിമന്യരായ സാഹിബ് ഉസ്താദ് ഒരു ബഹർ വിഷയങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിലുള്ള സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സ്ഥലത്തും ആദർശ വിശദീകരണ സമ്മേളനങ്ങൾ കേൾക്കാൻ വരുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. അവർ അല്പസമയം നിന്ന് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ നാട്ടുകാരായ സാധാരണക്കാരായ ആളോട് 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSSF-ഉം വലിയൊരു ജിഹാദായി ഏർപ്പെടുത്തിയിട്ടുള്ള മുടിയുടെ വിവാദമുണ്ടായി. നമ്മൾക്കറിയാം അതിന്റെ പേരിലാണ് അടുത്ത കാലത്ത് തർക്കങ്ങളുണ്ടായത്. മർക്കസ് സഖാവത്ത് സുന്നികൾ കൊണ്ടുവന്നിട്ടുള്ള മുടി നബിയുടേത് ആണോ അല്ലേ എന്ന വിഷയത്തിലായിരുന്നു തർക്കം. ബർക്കത്തെടുക്കാൻ പറ്റുമോ ഇല്ലേ, ബർക്കത്തെടുക്കണമെങ്കിൽ സനത് വേണോ വേണ്ടയോ എന്ന വിഷയത്തിലല്ല, മർക്കസിൽ കൊണ്ടുവന്ന മുടി നബിയുടേത് ആണോ അല്ലേ എന്ന വിഷയത്തിൽ തർക്കമുണ്ടായി. അങ്ങനെ ഇരിക്കെ അവരുടെ സംസ്ഥാന സെക്രട്ടറി SUSന്റെ സംസ്ഥാന സെക്രട്ടറിയായ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഈ മുടി വിഷയത്തെപ്പറ്റി അതൊരു റോങ് പരിപാടിയാണ്, അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിവാദമാണ് എന്നുവരെ ആദ്യകാലങ്ങളിൽ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, പൊന്മള റോങ് പരിപാടി എന്ന് പറഞ്ഞത് അത് മുടിയെപ്പറ്റിയല്ല, ഈ മുടിയുടെ പേരിൽ ആക്കോട് നടന്നിട്ടുള്ള സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് പിന്നീട് പേരോളം സഖാഫി അത് വിശദീകരിക്കുന്ന രംഗമുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം, ഒരു വസ്തുത എന്റെ പ്രിയപ്പെട്ട മുന്നിലുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, പേരോട് പറയട്ടെ. ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറുഖാക്കിനെയല്ല, ഷാറുഖാക്കിന്റെ സെലവിനെയല്ല, ഷാറുഖാക്കിന്റെ പേരിൽ ചില സംഘടനകളെ വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ ഉസ്താദ് വിമർശിക്കുന്നുണ്ട്, ഞാൻ വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നു. എന്നാൽ പൊന്മള അതിന്റെ പേരിൽ നടത്തിയ പരിപാടിയെ മാത്രമല്ല, ഈ മുടി വിഷയത്തെപ്പറ്റി അന്നും ഇന്നും പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 100% മർക്കസിന്റെ മുടി നബിയുടേതാണെന്ന് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തുറന്നു പറഞ്ഞിട്ടില്ല, പറയില്ല. ഞാൻ അതിലേക്കൊന്ന് കടന്ന് സമയം കളയുന്നില്ല, പറയട്ടെ. ഒരാൾ പ്രസംഗിക്കുന്നു, ആ മുബാറക്ക് ഒന്ന് താഴ്ന്നിരുന്നാണ്, ഒന്ന് തരിയില്ലാതെ അങ്ങനെ കാന്തപുര ഉസ്താദ് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ തലയിൽ നിന്നും താടിയിൽ നിന്നും കയ്യുമെന്നാണ് മുടി കിട്ടിയത് എന്ന് കാന്തപുരം പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് മഞ്ചേരിയിൽ ഒരാളുടെ മലപ്പുറത്ത് തല്ലിട്ടൊരു സഖാഫി, തോഴൂർ സഖാഫി മൂപ്പരാന്ന് പറഞ്ഞത് കാന്തപുരം പറഞ്ഞെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന ആളല്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ തലേന്ന് താടിമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ തോഴൂർ സഖാഫി പറഞ്ഞു എന്നാ ഞങ്ങൾ പറഞ്ഞത്. അത് നോണയാണേ, ഞാൻ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നോണയാണ്. തോഴൂർ സഖാഫി പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേൾപ്പിക്കും. അങ്ങനെ നോണാൻ പറ്റില്ല. പോട്ടെ. ഇതുപോലെ എസ്കെക്കാര് മാത്രമല്ല, നിങ്ങൾ ഉസ്താദ് ചെമ്മാടിനടുത്ത കാട് കണ്ടെത്തി വെച്ച് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയത് ഓർക്കും കിട്ടി. അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, നിങ്ങൾ ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നോലെ പറയും.
നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലാന്ന് നിങ്ങളെ മുഖ്യ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഇത് തിരിഞ്ഞു നോക്കിയില്ലാന്ന്. ആ നിങ്ങളെ സംഘടന പറഞ്ഞു, അതൊന്നും അറിയില്ലേ? നിങ്ങളെ സംഘടനയെ തന്നെ സ്വീകരണം കൊടുക്കാൻ പറഞ്ഞു. നിങ്ങളാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സ്വീകരണം കൊടുക്കാൻ. അത് നിങ്ങൾ ദുബായിലാണത്. നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടാകും വിഷയമൊക്കെ. ആ നിങ്ങളാണോ പറഞ്ഞു ഏത് നേതാവ് നിങ്ങൾ ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് നൗഷാദ് മറ്റൊക്കെ. അത് ഓരൊക്കെ മുടിയാണ് വാങ്ങിക്കാൻ സ്വീകരണം കൊടുത്താണ് ചെയ്യുന്നത്. അത് വിവാദമായപ്പോ പറയും ആരെ പറഞ്ഞു കുമ്പളക കട്ടം പറഞ്ഞു ഞാൻ കട്ടില്ല ഞാൻ തോന്നുകൊക്കെ തിരിയില്ലേ. ആ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ആ ഉറച്ചവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു ഹാഫിളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനും പരിശുദ്ധ ഖുർആനും ദീനിന്റെ നിയമങ്ങളും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ഖിയാമത്ത് നാൾ വരെ പവിത്രമായ ഗ്രന്ഥവും അതിന്റെ ആശയങ്ങളും നെഞ്ചേറ്റുന്ന പ്രവർത്തകരും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകുന്ന ഖുർആന്റെ പ്രഖ്യാപനാണ്. ഈ പറഞ്ഞത് എന്താണ്? നാട്ടുകാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ മലയാളത്തിൽ ശരിക്കൊന്ന് പറഞ്ഞുതരാം. കാന്തവരെ മുടി കൊണ്ടൊന്ന് 3 മുടി 4 മുടി എത്ര അല്ലാഹു ആലം. ഏതായാലും എവിടുന്നാന്ന് പറയില്ലാണോ? അവിടുന്നാണ് ഇവിടുന്നാണ് മറ്റൊരുത്തുന്നാണ്. ഏതായാലും ഇക്കേട്ട ബോംബെയിലെ ജാലിയാവാലന്റെ അടുത്തുനിന്നാണ് മനസ്സിലായി. അങ്ങനെ ബോംബെയിലെ മുഹമ്മദ് ഇക്ബാൽ ജാഹിൽ നൂലാമാല എന്നൊരാളാണ് ഇയാൾക്ക് മുടി കൊടുത്തതെന്ന് മനസ്സിലായി. അങ്ങനെ നൂലാമാലയുടെ പക്കലേക്ക് നമ്മുടെ നേതാക്കന്മാർ പോയി. ഹമീദ് മൈസൂസാന്റെ നേതൃത്വത്തിൽ ആളുകൾ പോയി പൈസ കൊടുത്തു. 1 മുടി നിരോധിച്ചു. അപ്പൊ പറഞ്ഞു 7 എന്നാ കുഴപ്പമില്ലെന്ന് ചോദിച്ചില്ലായിരുന്നു. അങ്ങനെ 7 മുടി കൊടുത്തു. 7 മുടിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. നമ്മൾ നാട്ടിൽ വന്നു, കേരളത്തിൽ വന്നു, ഇസ്ലാമിക് സെന്ററിൽ വെച്ചു. അങ്ങനെ 7 മുടി നമ്മുടെ ഇസ്ലാമിക് സെന്റർ കൊണ്ടുവച്ചു കോഴിക്കോട്. അതിൽ 1 മുടി കത്തിച്ചാൽ റസൂലുള്ളാഹിന്റെ മുടി കത്തിച്ചാൽ കത്തില്ലെന്ന അഹ്ലു സുന്നയുടെ വിശ്വാസപ്രകാരം അത് കത്തില്ലെന്ന് അറിയാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി തീയത്ത് കാട്ടിയപ്പോൾ കാളിയാണ്ട് പോയി ഇട്ടു. പിന്നുള്ളത് 6 അതിന് 1 എടുത്തിട്ട് ടെസ്റ്റിനയച്ചു. DNA ടെസ്റ്റ് സംവിധാനമുണ്ട്. പിന്നുള്ളത് 5 ഈ 5 മുടി നമ്മൾ കയ്യിൽ വെച്ചു നിൽക്കുമ്പോഴാണ് കാന്തപുരത്തിന്റെ ആളുകൾ ജാഹിൽ നൂലാമാലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത മുടി എന്നവർ നായാട്ടുണ്ടാക്കുന്നവരെ വാങ്ങിക്കാണിയായിരുന്നു. അങ്ങനെ ജാലിയാവാലയുടെ പ്രതിനിധി കോഴിക്കോട് വന്നിട്ട് അയാൾ പറഞ്ഞു ജാലിയാവാല തന്ന 7 മുടി തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞമ്മടെ നേതാക്കന്മാർ പറഞ്ഞു സാധു തരാൻ പോലില്ലാഞ്ഞിട്ടല്ല 7 കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ 5 കൊണ്ട് കൊണ്ടുപോയിക്കോളിയേറു. ഇയാൾ പറഞ്ഞു 5 പോലെ 7 വേണം. നമ്മൾ പറഞ്ഞു 1 കത്തിച്ചപ്പോ കത്തിപ്പോയി. ലാത്തുമ്പോ വാന 1 ടെസ്റ്റിന് അയച്ചിട്ടുള്ളത് കിട്ടുമ്പോ ഇപ്പൊ കയ്യിൽ 5 മൗജൂദാണെന്ന് കൊണ്ടുപോയിക്കോളിയേറു. അയാൾ പറഞ്ഞു ബാബാ സാഹിബ് 7 തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെട്ടി കൊടുക്കില്ലാത്ത കാട്ടണു. വെട്ടിയാണ് കൊടുത്തു 2. ആ കൊടുത്തതിന് സനതുണ്ട്, മുത്തസിലായ സനത്. പറയിപ്പിക്കണ്ട. അതിന് മുത്തസിലായ സനതോട് ചോദിച്ചാൽ കൊടുക്കണ്ടേ? അങ്ങനെ നിങ്ങൾ തന്ന 7 5 ഞങ്ങൾ കൊടുത്ത 2. അപ്പൊ എന്നായില്ലേ? ഇയാൾക്ക് വലിയ സന്തോഷമായി. ഇയാൾ വിളിച്ചു പറഞ്ഞു ഇതാ കിട്ടിയില്ലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുടുക്കയിലാക്കി പട്ടുകൊണ്ടൊക്കെ പൊതിഞ്ഞു. അങ്ങനെ തെച്ചിനൂർ ചെല്ല് മലപ്പുറം ജില്ലയിലെ വാഴക്കാടിനാണ് താക്കോട് സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൂടി ഒന്ന് കണ്ടോളി. ആ കൊടുത്ത മുടിയിൽ 2 മുടി ഏത് മുടിയാണെന്ന് പേരോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാവും. അതിന് മുമ്പ് ആരങ്ങനെ ഇങ്ങനെ തലയിലെ താടിയുടെ മുടി പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ആ തല്ലിട്ട് പോലെ പറയട്ടെ. അവിടുത്തെ ശരപ്പാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ കാലിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിന് ശരപ്പാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ശരൂപാലുകൾ നൽകി ബഹുമാനപ്പെട്ട നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ സന്തോഷം ഇല്ലാത്തവരെങ്ങനെ കായിട്ടൂലേ? അപ്പൊ അതിൽ പെരത്ത് സന്തോഷമുണ്ടെന്നാ പറയണത്.
ഏതായിരിക്കട്ടെ അതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ചുരുക്കി പറയട്ടെ, എല്ലാവരും വരുന്നില്ലേ? ബഹുമാനപ്പെട്ട തോട്ടുമുഖം സക്കാഫി കടന്നു വരും. അല്ലാഹു തആല പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അതിന് കീഴുകടങ്ങൾക്കൊക്കെ ഹിദമത്ത് ചെയ്യാനുള്ള ആയുരാരോഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതായാലും വെള്ളം കണ്ട ടൈമം പാത്തിലാവും. നിർത്തിയാണ് ആയിക്കോട്ടെ. അപ്പോ ഈ മൂന്ന് ആയിക്കോട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ തലയിൽ നിന്നുള്ള മുടി വിതരണം ചെയ്തതിന്റെ അടിസ്ഥാനമായ ചരിത്രമുണ്ട്. താടിയിലെയും കയ്യിലെയും മുടി വിതരണം ചെയ്തതിന്റെ ഒരു രേഖ എവിടെയെങ്കിലും എഴുതിയത് മുതലേക്ക് ഈ നാട്ടിലെ SSF കാരണന്മാരൊക്കെ പ്രസംഗമുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ താടിമത്തും കയ്യുമത്തും മുടിയാണ് സേഫി ഉസ്താദ് കിട്ടിയെന്നാണ് ഇയാൾ പറയുന്നത്. അത് ചോദിക്കുന്നവരെ നേതാക്കന്മാർ വിളിച്ചിട്ട് ഏതായാലും ഇരിക്കട്ടെ, ആ കോട്ട സ്വീകരണം കാണി നമ്മൾ വെട്ടിക്കൊടുത്ത 2 മുടി, ഒരു തെന്നേലുള്ള 5 മുടിയും 5+2 7 മുടി ഇതാ കൊണ്ടുവന്ന് അവർ സ്വീകരണം കൊടുക്കുന്ന ഇറങ്ങുന്നു കാണി. ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത് ആരാണെങ്കിൽ അത് ഈസ നബിയാവുകയില്ല. ആ കുടുക്കയിലുള്ള 7 മുടിയെ 5 നേരത്തെ പറഞ്ഞില്ല, 7 5 പിന്നെ 2 ഇസ്ലാമിക് സെന്റർ അടിച്ചു വരുന്ന അമ്മു എന്ന പെണ്ണിന്റെതാണ്. നിങ്ങൾ ചോദിച്ചപ്പോ തന്നതാണ്. ചോദിച്ചവനാണ് ചോദിച്ചു. നമ്മൾ മര്യാദയ്ക്കോട് പറഞ്ഞില്ലേ തെരയില്ല, അതൊന്ന് കത്തിപ്പോയി മറ്റൊന്ന് അയച്ചിട്ടുണ്ട്. അവ തെരി എന്ന് പറഞ്ഞപ്പോ 3 വെട്ടിയാണ് വന്നു. ചങ്ങായിമാരെ ആ മുഖ്യ ബഹലുകൾ കുടിച്ചത് തെക്കെടുക്ക് തിരിയുന്നതൊക്കെ തെക്കെടുക്ക് തിരിയോ. എന്നിട്ട് അത് വലിയ തെക്കിമൂറും ചൊല്ലി കൊണ്ടുവന്ന് എന്നിട്ട് പേരോട് ചോദിച്ച് ആരെ ഈ കണ്ടു കൊടുക്കാൻ വന്നു ഏത് നേതാവേ പറഞ്ഞത്? വിവാദങ്ങൾ കൈയൊഴിഞ്ഞതല്ലേ? വിജയ് ഇപ്പൊ കാണാന്നല്ല അല്ലേ? ഇദ്ദരിക്ക 2 ദിവസം ഇദ്ദയുള്ളത്, ഒന്ന് മരിച്ചാലുള്ളത്, 2 തൊലാഖുണ്ട്. അതിനൊക്കെ ഹദ്ദുണ്ട്, ഇതിനൊരു ഹദ്ദുമില്ല. അപ്പൊ കാണാമെന്നല്ല. സത്യം കൂടാതെ പുലർന്നു. മുറുക്കി പിടിച്ചോളി. കൊഴിഞ്ഞാടണ്ട, മുറുക്കിയാണ് പിടിച്ചോളി. അയിത്തെ 2 അമ്മിപ്പുറം ജീവൻ പോയിട്ടില്ല. ഇസ്ലാമിക് സെന്ററിൽ ചെന്നാൽ ഇന്ന് രാവിലെ ഉണ്ടാവും അടിച്ചേർന്ന്. ഞങ്ങൾ ഇടയ്ക്കോട് പോലെ ഇസ്ലാമിക് സെന്ററിൽ പോകുമ്പോ ചേച്ചിന്റെ ഒരു ഭാഗ്യം. അപ്പൊ ചേച്ചി ആദ്യം കുറെ കാര്യം ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. ഇന്റെ തലയത്തെ മുടിത്തെ വെള്ളം ഇത്തങ്ങൾ കുടിച്ചത്. പിന്നെ അമ്മൂരോട് പറഞ്ഞ 34 വലിയ സന്തോഷമായി. ആ മുടിത്തെ വെള്ളം ചങ്ങന്മാരെ കുടിച്ചത്. ഈ നാട്ടിന് നല്ല സുഖം അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് അറിയണമെന്ന് മാത്രം പറഞ്ഞ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.